कृष्णार्पणमस्तु। प्रभुपाद गुरु महाराज की जय, राधा पवनपुरेशन की जय, ओम ശ്രീ മാത്രേ നമഃ, ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് സ്വാഗതം. ഓരോരോ യാത്രകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ക്ലാസ് എടുക്കാൻ പറ്റാത്തത്, ക്ഷമിക്കണം. എങ്കിലും പറ്റുമ്പോഴെല്ലാം ക്ലാസ് എടുത്ത് തരാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും സമയവും ജോലിയും നമ്മൾ അതിന് അനുവദിക്കാറില്ല. എനിവേ, സമയം കിട്ടുമ്പോഴെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട്. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. എനിക്കറിയാം ക്ലാസ് എടുക്കാൻ ലേറ്റ് ആയാലും നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത ക്ലാസ്സുകൾ കേൾക്കുകയും മഞ്ജരീസിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇടുന്ന മെസ്സേജുകൾ വായിക്കുകയും ജപവും കാര്യങ്ങളും വായനയും മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് അയച്ചു തന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം കൃത്യമായി വായിക്കുകയും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുകയും എല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ടെൻഷൻസ് ഒന്നുമില്ല. എനിക്ക് എവിടെയാണെങ്കിലും നിങ്ങൾ സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്. വേറെ മറ്റു വിശേഷങ്ങളൊന്നും പറയാനില്ല. കൃത്യമായിട്ട് നമ്മൾ എവിടെ ചെന്നാലും നിങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ലൈവിലൂടെ അറിയിക്കാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾക്കറിയാം കർക്കിടകം തുടങ്ങായി. കർക്കിടകത്തിൽ രാമായണമൊക്കെ വായിക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നു, രാമായണം വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും മാറ്റി വെക്കേണ്ട. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ. എന്തൊരു കാര്യത്തിനും നമ്മളൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി. പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും, മാതാജി രാമായണം വായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ തെറ്റിപ്പോയാലോ എന്നൊരു ഭയം. തെറ്റുകൂടാതെ ഒരിക്കലും നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്തു തീർക്കാനാവില്ല. കാരണം ഈ ലോകത്ത് കലിയുഗമാണ്. പൂർണ്ണമായ ഒരു ശരി എല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അതൊരു പൂർണ്ണതയിലെത്തുന്നത്, അല്ലേ? അപ്പൊ ശ്രമിക്കുക, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ നേരത്തെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ശ്രമിച്ച് അത് നമ്മൾ മാറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ റീകറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാമായണം വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത്രയും ദിവസം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ അറിയില്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ശ്രമിക്കുക. സനാതന ധർമ്മത്തില് എന്ത് തെറ്റുകൾ വന്നാലും ക്ഷമിക്കാൻ ശക്തിയുള്ള ദൈവങ്ങളെ നമ്മളുടെ കൂടെയുള്ളൂ. അല്ലാണ്ട് അങ്ങനത്തെ വലിയ മഹാപരാധം ചെയ്തു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യരുത്, അത്രേ ഞാൻ പറയും. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാതെ നിങ്ങൾ ശ്രമിക്കൂ, രാമായണം വായിക്കാൻ ശ്രമിക്കൂ. തെറ്റുകൾ സംഭവിച്ചോട്ടെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മഞ്ജരീസിൽ ഇട്ട് വെച്ചോളൂ. ഞാൻ എങ്ങനെയായാലും ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും മഞ്ജരീസിന്റെ മെസ്സേജ് നോക്കാറുണ്ട്. നോക്കിയിട്ട് റിപ്ലൈ തരും. ഇനി അതല്ല, എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അവരുടെ നമ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ അഡ്മിൻസ് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെ വിളിച്ചാൽ അവരായാലും എമർജൻസി ആയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും നിങ്ങൾക്ക് കറക്ഷൻസിനുള്ള ഒരു അവസരം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. തെറ്റ് സംഭവിച്ചോട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സമയമെടുത്ത് ഉറപ്പായിട്ടും സുജിത് പ്രഭു ഈ തവണയെങ്കിലും ഞാൻ നാലമ്പല ദർശനത്തിന് എത്തും. കഴിഞ്ഞ പ്രാവശ്യം എത്താൻ പറ്റിയില്ല. ഈ പ്രാവശ്യം എത്തണമെന്ന് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നു. ഭഗവാൻ അനുവദിച്ചാൽ അവിടെ എത്തും. നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ എത്തുന്നതും അവിടുത്തെ ദേവതയുടെ അനുഗ്രഹവും അനുവാദവും കൊണ്ടാണ്, അല്ലേ? നമ്മളതിൽ കാശുണ്ടായിട്ടോ അല്ലെ നമ്മളതിൽ സമയം ഇഷ്ടം പോലെ ഉണ്ടായിട്ടോ ഒന്നുമല്ല നമ്മളൊരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് എത്തുന്നത്. അത് അവിടുത്തെ ഈശ്വരൻ കൂടി അവിടെ ഇരിക്കുന്ന ആ ഒരു സത്യം നമുക്ക് അനുവാദം നൽകിയാൽ മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മഞ്ജരീസ് എവിടെ പ്രഭാഷണം നടത്തിയാലും പണം വാങ്ങിക്കാത്തത്. മഞ്ജരീസ് ഈസി ആക്സസ് ആയതുകൊണ്ടല്ല. ഞാൻ വരുന്നത് ചെന്നൈയിൽ നിന്നാണ്, അറിയാലോ. അപ്പൊ അത്രയും ട്രാവൽ ചെയ്തിട്ട് എത്തുമ്പോൾ നമ്മൾ അവിടുന്ന് ഒരു തരത്തിലും നമ്മൾ ഒരു 10 രൂപ വാങ്ങിക്കാതെ തിരിച്ചു പോരുന്നത് നമ്മുടെ കയ്യിൽ കുറെ കാശുണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് വരാനുള്ള എളുപ്പം എത്താം എന്നുള്ള ചിന്താഗതി കൊണ്ടൊന്നുമല്ല. കാരണം നമ്മൾ ചെന്ന് കയറുന്നത് ഒരു ക്ഷേത്രാങ്കണത്തിലേക്കാണ്. അവിടെ എത്താൻ ആ ഈശ്വരൻ അനുവാദം തന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു സമർപ്പണ ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എനിവേ, ഗുരുവായൂരപ്പന്റെ കാരുണ്യത്താൽ ഇപ്പൊ 2 ക്ഷേത്രങ്ങളിലേക്ക് പ്രഭാഷണത്തിന് ഭഗവാൻ അനുവദിച്ചിട്ടുണ്ട്. മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ല. ഷൂട്ടിന്റെ ബിസി ഷെഡ്യൂളൊന്നും എത്തിയിട്ടില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ എത്തും. ആ ഏരിയയിൽ സാധിക്കുന്നവരെല്ലാം ഞാൻ കാണാൻ വരുന്നുണ്ട്. എല്ലാവരും കർക്കിടകത്തിൽ നല്ല രീതിയിൽ ഒരു ആത്മീയ ജീവിതം
കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഞാൻ വരും, കൊടുങ്ങല്ലൂർ വരും, ചോറ്റാനിക്കര വരും, അവിടെയൊക്കെ വരണം. പിന്നെ നാലമ്പലത്തിൽ എത്താൻ ശ്രമിക്കും. അങ്ങനെ ഭഗവാൻ എവിടെയൊക്കെ വിളിക്കുന്നു അവിടെയൊക്കെ എത്തും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആഷാഢ നവരാത്രിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് അറിയില്ല. ഞാനത് ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഷാഢ നവരാത്രി ഇപ്പൊ നമുക്ക് ഒരു 15-ാം തീയതിയോടൊക്കെ തുടങ്ങും, എന്നിട്ട് ഒരു 23-24-ാം തീയതിയോട് കൂടി അവസാനിക്കും. അപ്പം നമ്മുടെ ഗുരുവായൂരും ഭഗവാൻ വിളിച്ചാൽ ഗുരുവായൂരും എത്തും. അങ്ങനെ കുറേ ദിവസം എല്ലായിടത്തും പോരാനുള്ള സമയം എനിക്കില്ല. ഇപ്പൊ ഓൾറെഡി 7 ദിവസം എന്താ പറയാ, ജയപ്രകാശ് പ്രഭു നമസ്തേ. 7 ദിവസം ഇപ്പൊ മൂകാംബികയിലായിരുന്നു. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം എത്തി. ഇനി ഇന്നും നാളെയും മറ്റന്നാളെ ഇവിടെ നിൽക്കാനുള്ള സമയമുള്ളൂ. അത് കഴിയുമ്പോൾ തിരിച്ച് മലപ്പുറത്തേക്ക് പോകണം. അവിടെ പ്രഭാഷണം ഉണ്ട്. അപ്പം അവിടെ ഒരു 5 ദിവസം, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ടെമ്പിള്. ജോലി ഉണ്ട് ഇവിടെ. മൊത്തം ജോലിയും പോയി വെറുതെ ഇരിക്കേണ്ട വരുമോ വീട്ടില്? അപ്പൊ അങ്ങനെ ഒരു കാര്യം. എനിക്ക് തോന്നുന്നു തമിഴ്സ് ആയതുകൊണ്ട് അവർ കുറച്ചുകൂടെ ഭക്തിയിൽ ഉയർന്ന ആൾക്കാരായതുകൊണ്ട് എന്നെ ഇങ്ങനെ പോകാൻ അനുവദിക്കുന്നു, അല്ലെങ്കിൽ തീർന്ന്. അതെ, ഗുപ്ത നവരാത്രി ക്ലാസ് കേട്ടിട്ട് കുറെ നാളായി. ആഷാഢ നവരാത്രിയുടെ മറ്റൊരു പേരാണ് ഗുപ്ത നവരാത്രി. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് മനോജ് പ്രഭു. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ഇന്ന് രാവിലെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഷാഢ നവരാത്രി എന്താണ്, അല്ലെങ്കിൽ ഗുപ്ത നവരാത്രി എന്താണെന്ന്. നമ്മൾ നവരാത്രി കാലത്ത് അനുഷ്ഠിക്കുന്ന എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ഈ 15-ാം തീയതി മുതൽ 24-ാം തീയതി വരെ അനുഷ്ഠിക്കുക. എല്ലാവരുടെ കയ്യിലും ഇപ്പം മോസ്റ്റ്ലി എല്ലാവരുടെ അടുത്തും ദേവി മഹാത്മ്യം ഉണ്ടല്ലേ. ഇനി ആർക്കെങ്കിലും ഒക്കെ കിട്ടാത്തതുണ്ടെങ്കിൽ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് വെക്കുക, ഞാൻ അയച്ചു തരാം. അപ്പോൾ അത്യാവശ്യം ഒരു 85-90% ഞാൻ ദേവി മഹാത്മ്യം അയച്ചു തന്നു. അപ്പൊ അത് വായിക്കുക, വായിക്കേണ്ട രീതി അതിലുണ്ട്, എങ്ങനെ വായിക്കണം എന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സംശയത്തിനുള്ള ഉത്തരവും കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം മഞ്ജരീസിലൂടെ ദേവി മഹാത്മ്യം എല്ലാവരിലും എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, പാലക്കാടും വരാം, കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വരാം, ആരെയും വിഷമിപ്പിക്കുന്നില്ല, എല്ലാ ജില്ലകളിലും വരാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ദേവി മഹാത്മ്യം വായിക്കുക. ദയവായി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഞാൻ കാല് പിടിച്ച് പറയുന്നു, ദേവി മഹാത്മ്യം വായിക്കണം പ്ലീസ്. ഇതെന്റെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. എന്നോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ വരുന്ന 15-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നോൺ വെജ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ദേവി മഹാത്മ്യം നിർബന്ധമായിട്ടും വായിക്കുക. ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരിക. ആ സാക്ഷാൽ അന്നപൂർണേശ്വരിയെ, ത്രിപുര സുന്ദരിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സുനിൽ പ്രഭു എനിക്ക് മെസ്സേജ് ഇടും, മഞ്ജരീസിലേക്ക് ഞാൻ അയച്ചുതരാം. മുംബൈയിലും വരാലോ, തീർച്ചയായിട്ടും വരും, പോരെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മഞ്ജരീസ് ഫാമിലി ഓൾ ഇന്ത്യ അല്ലെ, ഇന്ത്യയിൽ ഫുള്ളും ഉണ്ട്, ഇന്ത്യക്ക് പുറത്തും ഉണ്ട്, എല്ലായിടത്തേക്കും വരും, ഉറപ്പായിട്ടും വരും. ഓക്കെ, ആരെയും വിഷമിക്കില്ല. ബിജി പ്രഭു എനിക്ക് മെസ്സേജ് ഇടും, മഞ്ജരീസിലേക്ക് ഞാൻ അയച്ചുതരാം. നല്ല ബുക്കാണ്. നിങ്ങൾക്ക് അതൊരു ബുക്ക് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റാൻ പറ്റൂല. അതൊരു ഗ്രന്ഥമാണ്. ഒരു ചുവന്ന 1 മീറ്റർ പട്ടിന്റെ തുണി ഉണ്ടെങ്കിൽ ആ പട്ടിന്റെ തുണിയിൽ പട്ട് മീൻസ് നിങ്ങൾ വിചാരിക്കും ഒറിജിനൽ സിൽക്ക് ആണെന്ന്. അങ്ങനെയൊന്നല്ല. നമ്മൾ സാധാരണ റെഡ് കളർ ക്ലോത്തില് പൊതിഞ്ഞ് സൂക്ഷിക്കുക മഹാത്മ്യം എപ്പോഴും. എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ തലയിണയ്ക്കടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അമ്മയോട് പറയാ. ഒരമ്മയ്ക്കല്ലാതെ ആർക്കാണ് നമ്മളുടെ വിഷമം മനസ്സിലാവുക അല്ലെ? എന്തൊരു സാഹചര്യത്തിലും നമുക്കൊരു സങ്കടം വന്നാൽ ആദ്യം നമ്മുടെ വായിലേക്ക് ഓടിയെത്തുന്ന നാമം എന്താണ്? അമ്മേ എന്നൊരു വിളിയാണ് അല്ലെ. ഒരു കുഞ്ഞായിരിക്കുമ്പോ തന്നെ ആ കുട്ടിക്ക് വാക്കുകൾ പോലും പറയാൻ അറിയാത്ത സാഹചര്യത്തിൽ ആ കുട്ടി കരയുന്നത് പോലും അമ്മയെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലെ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. അപ്പൊ ആ അമ്മ സാക്ഷാൽ ഭഗവതിയായി നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ആ ഭഗവതിയെ ഉൾക്കൊള്ളേണ്ട രീതികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന ദേവി മഹാത്മ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ജരീസിന്റെ മഹാത്മ്യം നിങ്ങൾ വാങ്ങിക്കുക, വായിക്കുക, ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക മഹാത്മ്യം. ഓക്കെ, അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമവും
ദയവായി വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. വിഷ്ണു സഹസ്രനാമത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ തീരാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. ഭഗവാൻ ആത്മീയ ഉന്നതി നൽകും. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടത്. ഒന്ന് ആത്മീയ പുരോഗതി, ഒന്ന് ഭൗതിക പുരോഗതി, അല്ലെ? ആത്മീയമായിട്ട് മാത്രം നമ്മൾ ഉയർന്നിട്ട് ഭൗതികമായി നമ്മൾക്ക് ഒന്നുമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പലരും ചോദിക്കാറുണ്ട്, മാതാജി എന്താണ് ഈ നമ്മുടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാല് ഭഗവാൻ എന്താ നമ്മൾക്ക് വാടകയ്ക്ക് കാശ് തരുമോ, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കോ, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റ് പ്രശ്നങ്ങൾ തീർത്ത് തരുമോ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ള വഴി കാണിച്ച് തന്നിരിക്കും, ഒരു സംശയവും ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ വക്ഷസ്ഥാനത്താണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഭഗവാനെ നമ്മൾ ആരാധിക്കുമ്പോൾ ദേവി അത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഭഗവാനും ദേവിയും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായിട്ട് എത്തും. അത് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളായിക്കോട്ടെ, നിങ്ങളെ ആരൊക്കെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നോട്ടെ, ഭഗവാനും ദേവിയും നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട, ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് മുന്നേറുക. ഓക്കെ, 9 ദിവസവും വായിക്കൂ. 9 ദിവസം എന്നുള്ളത് ഞാൻ ഇപ്പൊ ആഷാഢ നവരാത്രിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആ ഡേറ്റ് പറഞ്ഞത്. അതർവൈസ് ഡെയിലി വായിക്കൂ എന്നാ ഞാൻ പറയുന്നത്. ഡെയിലി വായിക്കൂ. കവചം നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റൂ. നമുക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമില്ലേ? ഈ കൊറോണ വന്നപ്പോൾ എല്ലാവരും ഇഞ്ചക്ഷൻ എടുത്തില്ലേ കൊറോണയ്ക്കെതിരെ? അതെന്താണ്? അതൊരു കവചമാണ്. നമ്മൾക്ക് പല അസുഖങ്ങൾ വരാതിരിക്കാൻ പോളിയോ ഒക്കെ കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ലേ? അതേപോലെ കവചം നമുക്കൊരു ശക്തിയാണ്. അതുകൊണ്ട് ദേവി മഹാത്മ്യം ജീവിതത്തിന്റെ ഭാഗമാക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ നമ്മളിപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് ഭയങ്കര പഞ്ഞമാസമാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. പലർക്കും ഒരുപാട് വിഷമതകളിലൂടെ കടന്നു പോകും. ചിലപ്പോൾ ചിലവരുടെ ഡ്രസ്സിങ്ങും അവരുടെ പൊസിഷനും ഒക്കെ കണ്ടാൽ വിചാരിക്കും അവർക്ക് എന്ത്, അവർ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും അറിയാൻ പറ്റും. ചിലപ്പോൾ 1 രൂപ കയ്യിലുണ്ടാവില്ല, പക്ഷെ അവരുടെ ഡ്രസ്സിങ്ങൊക്കെ കാണുമ്പോഴും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ അതും ഒരു മനുഷ്യന്റെ സാഹചര്യമാണ്, അല്ലെ? ചിലപ്പോൾ അതീവമായിട്ട് ദുഃഖമുള്ളിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളായിരിക്കും നമ്മുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെയുണ്ട്. അവളെ കാണുമ്പോഴേ ഞാൻ പറയും, അയ്യോ ഇനിയിപ്പോ എനിക്ക് ചിരിക്കാൻ വയ്യ, എനിക്ക് ചിരിച്ച് ഇവിടെയൊക്കെ വേദന എടുക്കുന്നു പറയും. പക്ഷെ അവളെ പോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരു എന്താ പറയാ, ഞങ്ങളുടെ ആ ഒരു ഗ്യാങ്ങില് അവളെ പോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരാളില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ അവരുടെ മുഖത്തെ ചിരിയോ കണ്ടിട്ട് അവർ ഹാപ്പി ആണെന്ന് ഒരിക്കലും വാല്യൂ ചെയ്യരുത്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ജരീസ് ഈ ഒരു കർക്കിടക മാസത്തില് നമ്മള് മഹാദേവ ക്ഷേത്രത്തില് പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെ കുറച്ച് അരിയും പച്ചക്കറികളും ഒരു ശിവസഹസ്രനാമവും കൂടെ ചേർത്തിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. അർഹരായ കൈകളിലേക്ക് എന്നും നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ഭഗവാൻ അതിനുള്ള അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവർക്കും തരട്ടെ. അതുപോലെ ദേവി മഹാത്മ്യവും ആരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടാത്തുണ്ട് എനിക്ക് മെസ്സേജ് ഇടുക. പിന്നെ മൂകാംബികയുടെ അമ്മയുടെ നടയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മളെ കൊണ്ട് ആവും വിധം മഹാത്മ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ശക്തിയും എല്ലാം നൽകട്ടെ. ഭഗവതിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. നിങ്ങൾക്ക് മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് റണ്ണിങ് ആണ്. ലേഡീസിനും മെയിൽസിനും വേറെ വേറെ ഗ്രൂപ്പാണ്. അപ്പോൾ മഞ്ജരീസിന്റെ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രഭാതമഞ്ജരി, ഗാനമഞ്ജരി, അങ്ങനെ ഒരുപാട് അറിവുകൾ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ വായിക്കുക. ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. ഒരു എന്താ പറയുക, ജീവിതത്തിൽ നമ്മൾക്ക് മാത്രമാണ് എപ്പോഴും ദുഃഖം എന്ന് ചിന്തിക്കരുത്. ഏതൊരു ദുഃഖവും നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു പുതിയൊരു അധ്യായം നമുക്ക് തുറന്നു തരികയാണ്. കാരണം ഒരു ശില്പിയെ നോക്കുകയാണെങ്കിൽ ശില്പി എന്താ ചെയ്യുക, എപ്പോഴും ശിലയെ അടിച്ചുകൊണ്ടേയിരിക്കും, കല്ലിനെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ കല്ല് എന്താ ചിന്തിക്കുക, എന്താ എപ്പം നോക്കിയാൽ എൻ്റെ തലയിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ആ അടിയുടെ അവസാനം ആ ഒരു കല്ല് നല്ല മനോഹരമായ ഒരു ശില്പമായി രൂപപ്പെടുമ്പോൾ ആ ശില്പത്തെ കാണാൻ വരുന്ന ജനസഹസ്രങ്ങൾ കാലങ്ങളോളം ആ ശില്പത്തെ കണ്ടുകൊണ്ടേയിരിക്കും, അല്ലെ?
അതുപോലെ ഒരു വിത്ത് മരത്തിന്റെ മണ്ണിന്റെ അടിയിൽ ഉണ്ടാവുമ്പം ഏറ്റവും ബുദ്ധിമുട്ടാണ് മണ്ണിന്റെ അടിയിൽ. വെളിച്ചോ ഇല്ല, ഭയങ്കര പ്രയാസത്തിൽ ആ വിത്ത് പൊട്ടി പിന്നെ അതിൽ നിന്നൊരു മരം വന്ന് ആ മരം പടർന്ന് പന്തലിച്ച് 1000 പേർക്ക് തണലേകി ഇനി ആ മരം മുറിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വസ്തുക്കളായി മാറി അതിൽ നിന്ന് പഴങ്ങള് പക്ഷികൾ കൂട് കെട്ടുന്നു. അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ആ വിത്തിലൂടെ സംഭവിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെ ജീവിതവും നന്മയുള്ളതാണ്. ഒരു നിമിഷത്തെ ജീവിതത്തിലെ ഒരു പ്രശ്നം കൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് എൻ്റെ ലൈഫ് മാത്രം എങ്ങനെയായി പോയി, എനിക്കൊന്നുമില്ല, എന്നെ ആർക്കും വേണ്ട. അങ്ങനെയുള്ളൊരു ചിന്താഗതി ഒരിക്കലും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന ഒരു ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക. ഒരിക്കലും ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. കാരണം നമ്മൾ വരുന്നതും ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്കാണ്. ആ ഒരു കുഞ്ഞു ജീവിതത്തിനിടയിൽ ഞാൻ പറയുന്നു, വഴക്കോ പ്രശ്നങ്ങളോ പ്രതികാരമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഇതുകൊണ്ട് നമുക്ക് ഒന്നും നേടാനില്ല. ഈ ജന്മത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോകുന്ന എന്തൊരു ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അത് അനുഭവിക്കേണ്ടവരാണ്. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് നമ്മളോടൊരു ശരിയെന്ന് തോന്നുന്നത്, നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം. അത്രയും ഞാൻ പറയും. അത് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത കാര്യമായിരിക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ എന്നെ ആർക്കും വേണ്ട, എനിക്ക് ആരും വേണ്ട എന്ന ഒരു മനോഭാവം വേണ്ട. കഴിഞ്ഞ ദിവസം ബിന്ദു അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ മൂകാംബികയിൽ പോയപ്പം ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ തൊഴുതൊക്കെ വരികയാണ്. പെട്ടെന്ന് ആളിങ്ങനെ കണ്ണിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കുറച്ച് ഒരു മൂടൊക്കെ ഒന്ന് മാറി. അത് ഇടയ്ക്കിടയ്ക്ക് മാറും. അപ്പം ഞങ്ങൾ കൃത്യമായി ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല ആരും ഒന്നും ഞാൻ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എവിടെയും തൊട്ടും തൊടാതെ സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ബിന്ദുമ്മേ നിങ്ങൾ 3 ടയർ AC യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കാലത്ത് ബസ്സിൽ കയറി പോകാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല. തെരുവിൽ കിടന്നും റെയിൽവേ സ്റ്റേഷനിൽ കിടന്നും ഒക്കെ ഉറങ്ങി അവിടെ കിടന്നിട്ട് എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടില് കൊതുകടിയും എല്ലാം കൊണ്ടിരുന്ന ഒരു കാലം. ആ കാലത്തിൽ നിന്ന് ബിന്ദുമ്മ AC കിടന്നുറങ്ങുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. അതും പോട്ടെ, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ അടുത്ത നേരത്തെ ഭക്ഷണത്തിന് എന്ത് ചെയ്യും എന്നറിയാത്തൊരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്, ശാന്തി ഉണ്ടാക്കി തരുന്നുണ്ട്, എല്ലാം കൃത്യമായി മുമ്പിൽ എത്തുന്നുണ്ട്. അപ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? എനിക്കൊന്നും ഇല്ല എന്നൊരു ചിന്ത പാടില്ല. നിങ്ങൾ ഇന്ന് നിൽക്കുന്ന പൊസിഷനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങള് ജീവിതം കണ്ടിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ പോലും അസൂയപ്പെടുന്നുണ്ട്. അവരുടെ ചേച്ചി എന്നോട് പറയാറുണ്ട്, എന്തു സന്തോഷം ഇപ്പൊ അവൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കണ്. അവളൊരു കാലത്ത് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ എന്തൊരു സങ്കടമായിരുന്നു ഞങ്ങൾക്ക്. ഇന്നിപ്പോൾ അവൾ എത്ര ഹാപ്പിയാണ്. ഞാൻ തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾക്ക് എന്താണോ ഈശ്വരൻ തരുന്നത് ആ തരുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യാം. തരാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. കാരണം എന്താ, തരാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദുരിതമായിരിക്കും ഫലം. അപ്പൊ ഞാനത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവരത് റിയലൈസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് നിങ്ങൾക്ക് കുളിച്ചു മാറാൻ വസ്ത്രമില്ല. ഇന്ന് എവിടെയെങ്കിലും യാത്ര പോകുമ്പം എന്നോട് 100 വട്ടം ചോദിക്കും, ഈ സാരിക്ക് ഈ ബ്ലൗസ് പറ്റുമോ, ഈ ബ്ലൗസിന് ഈ സാരി പറ്റുമോ. അത്രയും കൺഫ്യൂഷൻ, അത്രയും വസ്ത്രങ്ങളായി. അപ്പൊ ഇതൊന്നും ഞാനെന്ന വ്യക്തിയല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സാക്ഷാൽ ഈശ്വരനാണ്. അപ്പൊ ആ ഈശ്വരനെ ഒരിക്കലും നിന്ദിക്കുന്ന വർത്താനം പറയരുത്. നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കൊടുവിൽ നിങ്ങൾ എന്തൊക്കെ ഇല്ല എന്ന് ഗുരുവായൂർ നടയിൽ പറഞ്ഞോ അതെല്ലാം ഗുരുവായൂരപ്പൻ ഇന്ന് തന്നു അല്ലെ? എത്രയോ വട്ടം ചെവിയിൽ വെള്ളം ഒഴിച്ചിട്ടും മഴ പെയ്തിട്ടും ഭക്ഷണം ഇല്ലാണ്ടും ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടും മതിയായ ശമ്പളം കിട്ടാതെയും എല്ലാം ഒരുപാട് വിഷമിച്ച ഒരാളാണ് നിങ്ങൾ. അന്ന് ഭക്ഷണമില്ല, വസ്ത്രമില്ല, താമസമില്ല, കിടക്കാൻ സ്ഥലമില്ല, യാത്ര ചെയ്യാൻ പണമില്ല. ഇന്ന് അതെല്ലാം ഭഗവാൻ തന്നു. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട. സപ്പോസ് എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും, അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുത്തരും. ഇനി ഒന്നുമില്ലെങ്കിൽ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത് വീട്ടിൽ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നുണ്ട്. സോ അങ്ങനെ ഉണ്ടാവുമ്പം നമ്മൾ ലഭിച്ചതിനെ കുറിച്ച് സന്തോഷവാന്മാരായിരിക്കുക. ലഭിക്കാത്തതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും വേവലാതിപ്പെടണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങളുടെ അഭിപ്രായമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെയാണ്. എന്താണോ എനിക്കുള്ളത് ഞാൻ അതിൽ ഹാപ്പിയാണ്. എന്നെ കൊണ്ട് പറ്റുന്നതേ എനിക്ക് ചെയ്യാൻ പറ്റൂ. മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യരുത്? കോപ്പിറൈറ്റ് ചെയ്യരുത്. അത് എന്താ പറയുക, കോപ്പി പേസ്റ്റ് ചെയ്യാൻ നമ്മൾ നിൽക്കരുത്. അവർക്കുള്ളത് അവർക്ക്, എനിക്കുള്ളത് എനിക്ക്. അങ്ങനെ പിന്നെ നമ്മൾക്ക് എപ്പോഴും സ്വതസിദ്ധമായ ഒരു തീരുമാനം വേണം. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്, അതുപോലെ പോവാ. മറ്റുള്ളവരിങ്ങനെ ചെയ്യുന്നു, അപ്പുറത്തുള്ളവരിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടും ഒരു കോപ്പി പേസ്റ്റ് വേണ്ട. നിങ്ങൾ നിങ്ങളുടേതായ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ജീവിച്ചു പോവുക. ആ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമാവാതിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെതായ ഒരു
ഇഷ്ടാനിഷ്ടങ്ങള് ഞാൻ പറയാണ്. മാക്സിമം സമാധാനം കണ്ടെത്തുക ജീവിതത്തിൽ. ഒരുപാട് സ്ട്രെസ് ലൈഫ് കൊണ്ടുവരാതിരിക്കുക. നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കാൻ ശ്രമിക്കുക, വായിക്കുക, നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, സന്തോഷമുള്ള കാര്യങ്ങൾ. ജീവിതം ഒരു 24 മണിക്കൂറും മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താലും ഒരു 1 അവറെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണ്ടി സന്തോഷം കണ്ടെത്തുക. അത്രയെങ്കിലും നമ്മൾ ജീവിതത്തിൽ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, മാതാജി മടുത്തു മാതാജി, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, 5 മണിക്ക് കണ്ണ് തുറന്നാൽ ഈ അടുക്കള, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ ജോലി, അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ, രാവിലെ ക്ലീൻ ആക്കി വെച്ച വീട് വീണ്ടും തലകുത്തി വെച്ചിരിക്കുന്നു, അത് വീണ്ടും ക്ലീൻ ആക്കി ഞാൻ കിടക്കുന്നത് 11 മണിക്കാ മാതാജി. എപ്പോഴെങ്കിലാണ് ഞാനൊന്ന് ക്ലാസ് കാണുക. എന്തൊരവസ്ഥയാണെന്നറിയാമോ എനിക്ക്? ഇങ്ങനെ പരാതി പറയുന്ന നിരവധി മാതാജിമാരുണ്ട്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും നീ എന്താ ചെയ്തതെന്നാണ് വീട്ടിൽ ചോദിക്കുന്നത്. എനിക്ക് വെറുത്തു മാതാജി എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരേ ഒരു ആൻസർ, ഒന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ നിങ്ങൾ കിടന്നുറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെന്തെങ്കിലും ഒരു സന്തോഷം കണ്ടെത്തൂ. നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ 1 മണിക്കൂറെങ്കിലും ജീവിക്കാൻ പഠിക്കണം. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ജീവിക്കുന്നത് നല്ലത് ഇല്ല എന്നല്ല, പക്ഷെ 1 മണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ബൂസ്റ്റപ്പ് ചെയ്താലേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പം അതൊരു ഹാപ്പി മൊമെന്റ് ആവും. അല്ലെങ്കിൽ ആവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളുണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടി ജീവിതത്തിൽ 1-2 മണിക്കൂർ കണ്ടെത്താറുണ്ട്. അത് ജിമ്മായിട്ടും ഡാൻസ് ക്ലാസ് ആയിട്ടും ഇടയ്ക്കൊക്കെ അവരുടെ കൂടെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയിട്ടും ഒക്കെ ഞാൻ കണ്ടെത്താറുണ്ട്. എങ്കിലേ നമ്മളുടെ ജീവിതം ഒരു ഭംഗിയുള്ളതാവും. അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ജീവിതം, വെറുത്തു പോകും നമ്മൾ. ആവർത്തന വിരസത എപ്പോഴും ജീവിതത്തിനെ തോൽപ്പിക്കും. നമ്മൾ വെറുതെ ചിരിക്കുമ്പം മനസ്സറിയാതെ ചിരിച്ചിട്ട് കാര്യമില്ല, ഹൃദയം തുറന്ന് ചിരിക്കണം. അപ്പോഴേ ആ ചിരിക്ക് ഭംഗിയുള്ളൂ, ഇല്ലെങ്കിൽ ഭംഗിയില്ല. ഇപ്പൊ എനിക്ക് വേണേൽ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഓക്കെ ഞാൻ ഹാപ്പിയാണ് എന്ന് പറയണം. ഞാൻ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പി ആണെന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്ത്, എൻ്റെ കണ്ണിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പറയും മാതാജിക്ക് അത് വന്നിരുന്നു പറയാം, ഞങ്ങൾക്ക് അറിയാം അത് തരണം ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഞാനും തരണം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളിൽ കുടുങ്ങി തീർന്നു പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. ഇതാണ് ലൈഫ്. ഇന്ന് ഈ പ്രശ്നം കഴിഞ്ഞ് നാളെ അടുത്ത പ്രശ്നം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത പ്രശ്നം കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പ്രോബ്ലംസ്. ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം ജീവിതമാകുന്നത്. അല്ലാതെ ഇതൊന്നും തരണം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക, ഇതൊന്നും അതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കുറച്ചും കൂടി ഡിസിപ്ലിനോടുകൂടി ചിന്തിക്കുക. നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നല്ല വിവേക ബുദ്ധിയോടുകൂടി ചിന്തിച്ച് ഫ്രസ്ട്രേഷനായിട്ട് വൈകാരികമായിട്ട് ഒരു തീരുമാനം എടുക്കാതെ വിവേകപരമായ ഒരു തീരുമാനം എടുത്തിട്ട് ഡിസിപ്ലിനോടുകൂടി മുന്നോട്ട് പോവാം. ആ ലൈഫിനാണ് ഒരു ഭംഗിയുള്ളത്, അല്ലേ? അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ 1 മണിക്കൂർ മാറ്റി വെക്കാൻ ശ്രമിക്കുക. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ തയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ. പണ്ട് കാലങ്ങളിൽ നിങ്ങളൊക്കെ ചിലപ്പോൾ നന്നായിട്ട് വരച്ചവരായിരിക്കാം. അപ്പൊ ഭഗവാന്റെ ഫോട്ടോ വരയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പുതിയ കുക്കിങ്ങിനുള്ള എന്തെങ്കിലും കണ്ടെത്തുക. പൊതുവേ ലേഡീസിന് കിച്ചൺ എന്ന് പറഞ്ഞാൽ അലർജിയാണ്, പക്ഷെ ഞാൻ പറയുകയാണ് എല്ലാവർക്കും അങ്ങനെയല്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, എന്തെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്കൂൾ മേറ്റിനോടോ ആരോടെങ്കിലും നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുക, വായിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്തിട്ട് സന്തോഷം സ്വയം കണ്ടെത്തുക. നമ്മൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടായാലേ മറ്റുള്ളവർക്ക് ആ പോസിറ്റീവ് കൊടുക്കാൻ പറ്റൂ. നമ്മൾ കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് ഇരുന്നിട്ട് നമ്മൾക്ക് മറ്റുള്ളവർക്ക് പോസിറ്റീവ് കൊടുക്കാൻ സാധിക്കില്ല. ഓക്കെ, റെഡി? അപ്പൊ ഇന്ന് മുതൽ ലൈഫ് ചേഞ്ച് ചെയ്യൂ. ഓക്കെ അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഓം നമോ നാരായണായ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റക്കായി. ഇല്ല മാതാജി, ഞങ്ങൾ റെഡിയല്ല, ഞങ്ങൾ ഇപ്പോഴും ആ പ്രശ്നത്തിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽപ്ലെസ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റൂല, അല്ലേ? അപ്പം നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലേക്ക് പോവാം. കുറെ പഠിച്ചു. വിഷ്ണു സഹസ്രനാമം ഓൾമോസ്റ്റ് കഴിയാറായിരിക്കുന്നു. വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് 86-ാമത്തെ ശ്ലോകമാണ്. എന്താണ് 86-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സുവർണ ബിന്ദു. ഓക്കെ, സുവർണ ബിന്ദു രക്ഷോഭ്യ. നമ്മളെ വായിക്കാൻ അറിയാത്ത പല ആൾക്കാരും ഉണ്ട്. അവര് ഈ ക്ലാസ്സിലൂടെ വായിച്ചു പഠിച്ചവരാണ്. ഇനിയും ശ്രദ്ധിച്ചു വായിക്കാം. റെഡി? സൂപ്പർ. സുവർണ ബിന്ദു രക്ഷോഭ്യ
സുവർണബിന്ദുരക്ഷോഭ്യഃ സർവവാഗീശ്വരേശ്വര. സർവവാഗീശ്വരേശ്വരഃ. വായിക്കാൻ കിട്ടിയോ അത്? ആ ലൈൻ. സുവർണബിന്ദുരക്ഷോഭ്യഃ സർവവാഗീശ്വരേശ്വരഃ മഹാഹ്രദോ. എടുത്തെടുത്ത് വായിച്ചോളൂ. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ അങ്ങനെയാണ് ശ്ലോകം വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാറ്. ഞാൻ വെറുതെ കുറെ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്കും കൂടി വായിക്കാൻ പറ്റണം. അതിനാണ് ഇങ്ങനെ 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 എടുത്തെടുത്ത് പെറുക്കി പെറുക്കി വായിക്കുന്നത്. മഹാഹ്രദോ മഹാഗർത്തോ. സുഖമായിരിക്കുന്നു രാജിയമ്മ. ഇന്നലെ വന്നതിന്റെ ഒരു ചെറിയ തിരക്ക്. ഇന്ന് എല്ലായിടത്തും പോയി ഒപ്പിട്ടിട്ട് വരണ്ടേ. ഞാൻ എത്തിയേ 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോവേന്ന്. മഹാഗർത്തോ മഹാഭൂതോ മഹാനിധിഹ. ഞാൻ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു 2 കുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഹ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് എന്ന്. ഓക്കെ. സുവർണബിന്ദുരക്ഷോഭ്യഃ സർവവാഗീശ്വരേശ്വരഃ മഹാഹ്രദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധിഹ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുവർണ ബിന്ദു എന്നുള്ളത് സ്വർണ തുല്യങ്ങളായിരിക്കുന്ന ബിന്ദുക്കൾ, അതായത് അവയവങ്ങൾ ഉള്ളവൻ. സ്വർണ തുല്യമായിരിക്കുന്ന അവയവങ്ങൾ ആർക്കാ ഉള്ളത്? ഭഗവാനാണുള്ളത്, നമുക്കില്ല. ഭഗവാന്റെ അവയവങ്ങളെല്ലാം തന്നെ സ്വർണത്തിന് തുല്യമായിരിക്കുന്ന അവയവങ്ങളാണ്. സുവർണ ബിന്ദുരക്ഷോഭ്യഃ, അതായത് സുവർണ ബിന്ദു എന്നുവരെ നമുക്ക് എടുക്കാം. സ്വർണത്തിന് തുല്യമായിരിക്കുന്ന ആ അവയവങ്ങളോട് കൂടിയിരിക്കുന്നവൻ. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ സുവർണ ബിന്ദു എന്ന് വിളിക്കുന്നത്. ഇനിയോ അക്ഷോഭ്യഃ. അക്ഷോഭ്യഃ എന്ന് പറഞ്ഞാൽ രാഗദ്വേഷാദിയാലും ശബ്ദാദി വിഷയങ്ങളാലും അസുരന്മാരാലും ക്ഷോഭിക്കപ്പെടാത്തവൻ. അതായത് ഭഗവാനെ നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എങ്ങനെ പറയാ, അസുരന്മാര് വന്നിട്ട് ഭഗവാനെ എന്താ പറയാ ഇറിറ്റേറ്റ് ചെയ്താലും ഭഗവാൻ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ല. ഇപ്പൊ നമ്മള് ലൈഫിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും വന്ന് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ വയലന്റ് ആയി പോകും അല്ലേ. കാരണം എന്താ, നമ്മൾ അങ്ങനെ പൂർണ്ണ സാത്വികതയിൽ എത്തിയിട്ടില്ല. അതൊക്കെ ഭയങ്കര ഉയർന്ന സാത്വികമായിട്ടുള്ള ആൾക്കാരാണ് എത്തിയിരിക്കുന്നത്. അല്ലാതെ നമ്മളെ പോലെയുള്ള സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരും ഒരു പരിപൂർണമായ സാത്വിക ലൈഫിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോ ഇവിടെ പറയുന്നു രാഗദ്വേഷാദിയാലും ശബ്ദാദി വിഷയങ്ങളാലും അസുരന്മാരാലും ക്ഷോഭിക്കപ്പെടാത്തവനായതുകൊണ്ടാണ് ഭഗവാനെ അക്ഷോഭ്യഃ എന്ന് പറയുന്നത്. ഭഗവാൻ ഏതു പ്രതിസന്ധി ഘട്ടം വന്നാലും ഭഗവാന്റെ മുഖത്ത് പുഞ്ചിരി മായില്ല. പിന്നെ എന്താ ഭഗവാനെ ഫോളോ ചെയ്യുന്ന നമ്മൾക്ക് മാത്രം ആ പുഞ്ചിരി കീപ്പ് ചെയ്യാൻ പറ്റാത്തത്? ആലോചിച്ച് നോക്കിക്കേ. അക്ഷോഭ്യഃ, ദേഷ്യമില്ലാത്ത അവസ്ഥ. അപ്പൊ അസുരന്മാര് വന്നാൽ പോലും ഭഗവാൻ എന്ത് ചെയ്യുന്നില്ല, അക്ഷോഭ്യമായിട്ടാണ് നിൽക്കുന്നത്. ശോഭത്തോടെ ഭഗവാൻ നിൽക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ഭക്തരെ തൊട്ട് കളിച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന്റെ ഭക്തനെ തൊട്ടാൽ ഭഗവാൻ വെറുതെ ഇരിക്കില്ല. പിന്നെന്താ പറയുന്നത്? സർവഭാഗീശ്വരേശ്വരഃ. സർവവാഗീശ്വരേശ്വരഃ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എല്ലാ വാഗീശ്വരന്മാർക്കും ഈശ്വരനായവൻ. ഈ ഭൂമണ്ഡലത്തിൽ എന്നല്ല, ഏത് ഭൂമണ്ഡലത്തിൽ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും ഈശ്വരനാണ് ഭഗവാൻ. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത ജീവജാലങ്ങൾക്കും ഈശ്വരനാണ്. അതിനി ആരുമായിക്കോട്ടെ, ഏത് ദേവനുമായിക്കോട്ടെ. 84 ദശലക്ഷം ജീവി വർഗങ്ങളാവട്ടെ, കിം പുരുഷന്മാരാവട്ടെ, ആരാവട്ടെ, അവർക്കെല്ലാം ഭഗവാനാണ് സാക്ഷാൽ ഈശ്വരൻ. അതുകൊണ്ടാണ് സർവവാഗീശ്വരേശ്വര എന്ന് ഭഗവാനെ വിളിക്കുന്നത്. സർവമായിരിക്കുന്ന ആളുകൾക്കും എല്ലാ ദേവതകൾക്കും എല്ലാ ദേവന്മാർക്കും ആർക്കെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഭഗവാനാണ് ഈശ്വരൻ. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി മഹാഹ്രദോ എന്ന് പറയുന്നുണ്ട്. മഹാഹ്രദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗികൾ ഇറങ്ങിച്ചെന്നിട്ട് പരമാനന്ദത്തിൽ മുങ്ങുന്ന മഹാഹ്രദത്തിനെ പോലെയുള്ളവൻ. ഇപ്പൊ യോഗികളാവട്ടെ, സന്യാസി വര്യന്മാരാവട്ടെ, ആരുമായിക്കോട്ടെ, അവര് പോലും ഇറങ്ങി ചെന്നിട്ട് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുകയാണ്.
എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ഭഗവാനിലേക്ക് എത്തണം എന്നുള്ളതാണ്, അല്ലെ? ഭഗവാനാണ് എല്ലാവരുടെയും ലക്ഷ്യം. അത് ഏത് വലിയ ഉയർന്ന സന്യാസി ആവട്ടെ, ആരും ആവട്ടെ, ആരായാലും ശരി, അവരുടെ എല്ലാം ലക്ഷ്യം ആ ഒരു ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത് ഇവിടെ യോഗികൾ ഇറങ്ങിച്ചെന്ന് പരമാനന്ദത്തിൽ, ആ പരമാനന്ദം എന്ന് പറയുന്നത് പോലും ഭഗവാനാണ്. ഭഗവാൻ പരമാനന്ദത്തിന്റെ പൂർണ്ണ രൂപമാണ് ഭഗവാൻ. ബാക്കിയെല്ലാം ഇൻകംപ്ലീറ്റ് ആണ്. സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഭഗവാൻ മുൻപത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഖില കോടി ബ്രഹ്മാണ്ട നായകൻ, പരമദിവ്യോത്തമ പുരുഷൻ എന്ന് വിളിക്കുന്നത്. പരമദിവ്യോത്തമനായിരിക്കുന്ന പുരുഷനാണ് ആര്? ഭഗവാൻ. അപ്പൊ ആ ഭഗവാനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയോ മഹാഹ്രദോ കഴിഞ്ഞ് ഇനി മഹാഭൂതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാലങ്ങളാലും വിഭജിക്കപ്പെടാൻ കഴിയാത്തവൻ. ഏത് കാലം വന്നോട്ടെ, ഏത് കാലചക്രം വന്നോട്ടെ, എത്ര യുഗങ്ങൾ വന്നോട്ടെ, ഭഗവാന് മാറ്റമില്ല. ഭഗവാന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്ന പരമസത്യമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ ഈ ജന്മം എന്നല്ല 100 കോടി ജന്മം എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഭഗവാൻ എവിടെ, എങ്ങനെ, ഏത് രീതിയിൽ, എപ്പോൾ, എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു പക്ഷേ ഈ ജന്മം മുഴുവൻ കൃഷ്ണ എന്ന് വിളിച്ചാലും നമ്മൾ പരിപൂർണമായി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ കൃഷ്ണ എന്നൊന്ന് വിളിച്ചാൽ പിന്നെ നമ്മൾക്ക് യാതൊരുവിധ ദുഃഖങ്ങളും ഉണ്ടാവില്ല. അതൊക്കെ ഓരോ ജന്മത്തിന്റെ പ്രത്യേകതകളാണ്. ഓരോരോ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഒക്കെ ഫലം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നമ്മളെ അറിയുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ കർമ്മഫലം അനുഭവിച്ചു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അവിടെ ഭഗവാനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത്, ഈ ജന്മം അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. നമ്മൾ കാരണം ഒരാൾക്ക് ദുരിതം വരികയാണെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാമോ? ആ ദുരിതത്തിന്റെ ഫലം നമ്മൾ അടുത്ത ജന്മം അനുഭവിക്കണമെന്നേ. ഈ ജന്മം നമ്മൾ ഇത്രയും അനുഭവിക്കുന്നുണ്ട്, എന്നിട്ടും നമുക്ക് മതിയായില്ലേ? എന്തെല്ലാം തരത്തില്, എന്തെല്ലാം രീതിയിൽ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു, അല്ലെ? നമ്മൾ കാരണം ഒരാളെ വേദനിക്കാൻ പാടില്ല. അവരുടെ ഭഗവാനെ വിളിക്കാനുള്ള സമയം നഷ്ടപ്പെടാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എത്രത്തോളം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റും അവരുടെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കണം. സമാധാനം കൊടുത്തോണ്ടിരിക്കുക. അവര് ഭഗവാനെ വിളിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാൻ കാരണം അവർക്ക് ഭഗവാനെ വിളിക്കാനുള്ള, നാമം ചൊല്ലാനുള്ള സമയം നഷ്ടപ്പെടരുത് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെ നമ്മൾ ഒരു ജീവാത്മാവിനെയും അറിഞ്ഞും കൊണ്ട് വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കർമ്മ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. നമ്മുടെ എല്ലാവരുടെയും ഫൈനൽ കോടതി ഭഗവാനാണ്, അല്ലെ? ആ ഭഗവാൻ അറിയാം ആരെ, എപ്പോ, എവിടെ, എങ്ങനെ നിലനിർത്തണമെന്ന്. ഇനി ആർക്കൊക്കെയാണ് ശിക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളതും ആ കോടതിയിൽ നിന്ന് കൊടുക്കാൻ പഠിക്കട്ടെ. നമ്മളായിട്ട് ഒന്നിനും ഇറങ്ങിത്തിരിക്കണ്ട. അതുകൊണ്ടാണ് പറയുന്നത് 3 കാലങ്ങളാലും വിഭജിക്കപ്പെടാൻ കഴിയാത്തവൻ. യുഗങ്ങൾ കൊണ്ടും കാലങ്ങൾ കൊണ്ടും ഭഗവാനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ കഴിയില്ല. അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നു മഹാഭൂതോ കഴിഞ്ഞ മഹാനിധി എന്ന് പറയുന്നുണ്ട്. എന്താണ്? എല്ലാ ഭൂതങ്ങളെയും തന്നിൽ നിധാനം ചെയ്തിട്ടുള്ളവൻ. ഭൂതം എന്ന് പറയുമ്പോൾ പ്രേതം എന്ന് ചിന്തിക്കരുത് കേട്ടോ. എല്ലാ ജീവാത്മാക്കളും ഇരിക്കുന്നത് എവിടെയാണ്? ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമസ്ത ജീവാത്മാക്കളും ഭഗവാനിലാണ് കുടികൊള്ളുന്നത്. അത് മനുഷ്യൻ എന്ന് മാത്രമല്ല, മനുഷ്യനായാലും മൃഗമായാലും ഇനി സസ്യലതാദി വർഗങ്ങളായാലും എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിലാണ് കുടികൊള്ളുന്നത്. വരുന്നതും അദ്ദേഹത്തിൽ നിന്ന് തന്നെ, തിരിച്ചു പോകുന്നതും അദ്ദേഹത്തിലേക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ഭൂതങ്ങളെയും തന്നിൽ നിധാനം ചെയ്തിട്ടുള്ളവൻ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ഇത്രയും വലിയൊരു പരമോന്നതമായിരിക്കുന്ന സത്യത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കാതെ പോവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം, ഒരു താങ്ങ്, ഒരു ആശ്വാസം അതാ ഗുരുവായൂർ നടയിലുണ്ട്. എവിടെ ഇരുന്ന് ഹൃദയം കൊണ്ട് ഗുരുവായൂരപ്പനെ വിളിച്ചാൽ ആ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മളിലേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷെ ആ വിളിക്കാനുള്ള മനസ്സിന്റെ ദൂരത്തെ നമ്മളൊന്ന് കുറയ്ക്കണം. അത് വിളിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വിളിക്കുന്ന ആ വഴി കറക്റ്റ് ചെയ്തിരിക്കണം. അതിനാണ് ഞാൻ പറയുന്നത് നോൺ വെജ് ഉപേക്ഷിക്കൂ എന്ന്. കാരണം ഭഗവാൻ എന്താണോ ഇഷ്ടം അത് നടക്കട്ടെ എന്ന് ജീവിതത്തിൽ പ്രാർത്ഥിക്കാം.
ഇപ്പോ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്നുണ്ട് അല്ലെ. ഗുരുവായൂരപ്പനെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം. അയ്യോ എനിക്ക് ഗുരുവായൂരപ്പനെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ആ ഗുരുവായൂരപ്പനെ നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് അത് നിർത്തുന്നില്ല? എന്റെ ചോദ്യം അതാണ്. ഗുരുവായൂരപ്പനെ ഞാൻ എപ്പോഴും ഗുരുവായൂർ പോയി കാണും. ആഴ്ചയിലൊരു 4 ദിവസം ഞാൻ ഗുരുവായൂരെത്തും. ഞാൻ ഏകാദശി എടുക്കും, ഞാൻ ഇത് വിഷ്ണു സഹസ്രനാമം ചൊല്ലി എല്ലാം ചൊല്ലും. ഭഗവാൻ എവിടെയെങ്കിലും ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ നോൺ വെജ് കഴിച്ചോളാൻ? അതിന് കുറെ എക്സ്പ്ലനേഷൻ വേറെ. ശ്രീരാമൻ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രീരാമനാണോ? എന്റെ ചോദ്യം അതാണ്. അങ്ങനെയാണെങ്കിൽ തായ്ലൻഡിലും വേറെ കൺട്രിയിലൊക്കെ പോയാൽ അവരവിടെ പലവിധ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അതിപ്പോ നമ്മൾ കഴിക്കാൻ പറ്റുമോ? നമ്മൾ കഴിക്കുവോ? ഇല്ല. അവർക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഏതോ കാലത്തിൽ ശ്രീരാമൻ കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാൻ ഇറങ്ങിത്തിരിക്കണം. എന്നിട്ട് കുറെ ന്യായീകരണങ്ങൾ വേറെയും. ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് സ്വമേധയാ ചിന്തിക്കുക, ഇത് എന്റെ ജീവിതമാണ്, എന്നിലിരിക്കുന്ന ചൈതന്യത്തെ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, ഞാൻ തന്നെ വളർത്തി കൊണ്ടുവരണം. അതിന് ഞാൻ പരിപൂർണമായി ക്ലീൻ ആയിരിക്കുക. അതിനുവേണ്ടി ഞാൻ ഭഗവാൻ ഇഷ്ടമുള്ളതെന്തോ ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കട്ടെ എന്ന മനോഭാവത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവാം. റെഡി? ആര് മാതാജി അത് മാത്രം പറയരുത് എന്നായിട്ടുണ്ടാവും ഇപ്പൊ പലരുടെ മനസ്സിലും അല്ലെ. സുവർണ ബിന്ദുരക്ഷോഭ്യ സർവവാഘീശ്വരേശ്വര മഹാഹൃദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധിഹ എന്ന് വെച്ചാല് സ്വർണതുല്യമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയ രാഘവദേശാദിയാലും ശബ്ദാദി വിഷയങ്ങളാലും അസുരന്മാരാൽ പോലും ദേഷ്യം പിടിക്കാത്ത, ക്ഷോഭിക്കപ്പെടാത്ത, എല്ലാ വാഗീശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന, യോഗികൾ ഇറങ്ങിച്ചെന്ന് പരമാനന്ദത്തിൽ മുങ്ങുന്ന ആ മഹാഭഗവാനെ ഗർത്തം പോലെ ദുസ്തരമായിരിക്കുന്ന മായയോട് കൂടിയവൻ. അത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലെ. മഹാഗർത്ത എന്നുള്ള വേർഡ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. മഹാഗർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടുകുഴി എന്ന് പറയില്ല നമ്മൾ. ഗർത്തം എന്ന് പറഞ്ഞാൽ വലിയ കുഴി. അങ്ങനെയുള്ള പടുകുഴി പോലെ ദുസ്തരമായിരിക്കുന്ന മായയോട് കൂടിയവനാണ് ഭഗവാൻ. ഭയങ്കര മായയാണ് ഭഗവാന്. ഭഗവാൻ കാണിക്കുന്ന മായ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പടുകുഴി എന്നുള്ള മഹാഗർത്തോ എന്നിവിടെ പറയാൻ കാരണം ഏറ്റവും ആഴം കൂടിയതിനെയാണ് നമ്മൾ മഹാഗർത്ത എന്ന് പറയുന്നത്. അത്രയും ആഴം കൂടിയ, അത്രയും ഡീപ്പായിട്ടുള്ള മായകളാണ് ഭഗവാൻ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന 3 കാലങ്ങളാലും മാറ്റാൻ കഴിയാത്ത എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 87ാമത്തെ ശ്ലോകമാണ്. 87ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമുദഹ കുമുദഹ കുന്ദരഹ കുന്ദഹ പർജന്യഹ പാവനോ അനില. ആ എഫ് പോലെ ഇട്ട് കഴിഞ്ഞാൽ ആ എന്ന് പറയണം. ഓക്കെ, 2 കുത്തിട്ട് കഴിഞ്ഞാൽ ഹ എന്ന് പറയണം. മറന്നുപോയില്ലല്ലോ. കുമുദഹ കുന്ദരഹ കുന്ദഹ പർജന്യഹ പാവനോ അനിലഹ അമൃതാശോ അമൃതവപുഃ സർവജ്ഞഃ സർവതോമുഖഃ. കിട്ടിയോ വായിക്കാൻ? കുമുദഃ കുന്ദരഃ കുന്ദഃ പർജന്യഃ പാവനോ അനിലഃ അമൃതാശോ അമൃതവപുഃ സർവജ്ഞഃ സർവതോമുഖഃ എന്ന് വെച്ചാൽ കുമുദ എന്ന് പറഞ്ഞാൽ ഭൂമിയെ, ഭാരത്തെ ഇല്ലാതാക്കി മോദിപ്പിക്കുന്നവൻ. കു എന്നാൽ ഭൂമി എന്നർത്ഥം. ആ ഭൂമിയുടെ ഭാരം പോലും കുറയ്ക്കാൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലെ ഭാരം കുറയ്ക്കാനും ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, നാരായണനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക, നാരായണന്റെ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുക. അപ്പൊ ലക്ഷ്മി ദേവി കൂടെ വരും, ഒരു സംശയമില്ല. ഇപ്പോ നമ്മൾ ഏത് വലിയ യാഗങ്ങൾ ചെയ്താലും ഹോമങ്ങൾ ചെയ്താലും അവസാനം നാരായണേതി സമർപ്പയാമി, ഭഗവാന്റെ നാമം ചൊല്ലിയിട്ടേ അത് അവസാനിപ്പിക്കൂ. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ നാരായണന നാമം പറഞ്ഞ് അത് അവസാനിപ്പിക്കൂ. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ദേവി മഹാത്മ്യം വായിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയിട്ട് വേണം അത് അവസാനിപ്പിക്കാൻ. അപരാധ ക്ഷമാപണ മന്ത്രമുണ്ട് ദേവി മഹാത്മ്യത്തിന്റെ അവസാനം. അത് ചൊല്ലിക്കഴിഞ്ഞാൽ കൂടിയും എന്ത് ചെയ്യണം?
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम राम हरे हरे. ഇത് ചൊല്ലി വേണം അവസാനിപ്പിക്കാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഷ്ഠിച്ചത് എന്തുമാവട്ടെ, അത് ശ്ലോകമാവട്ടെ, ഹോമമാവട്ടെ, യജ്ഞമാവട്ടെ, എന്തുമാവട്ടെ, അത് പൂർണ്ണമാകണമെങ്കിൽ, അത് സ്ഥിരതപ്പെട്ട് കിട്ടണമെങ്കിൽ നാരായണന്റെ അനുഗ്രഹം വേണം. നാരായണന്റെ അനുഗ്രഹമില്ലാതെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? നാരായണന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അത് പൂർത്തിയാവും. അപ്പൊ എന്ത് നാമം ചൊല്ലിക്കഴിഞ്ഞാലും അവസാനം ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് വേണം പൂർത്തിയാക്കാൻ. എങ്കിലേ ആ ചൊല്ലിയത് സ്ഥിരമാവും. ഇല്ലെങ്കിൽ സ്ഥിരമാവില്ല, സ്ഥിരത കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ? ഇനി എപ്പോൾ എന്ത് നാമം ചൊല്ലിയാലും ശരി, എന്ത് പൂജ ചെയ്താലും ശരി, എന്ത് യജ്ഞത്തിൽ പങ്കെടുത്താലും ശരി, അവസാനം സാക്ഷാൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ സ്ഥിരതപ്പെടുത്തുന്നവനാണ്, സ്ഥിതിയാണ് ഭഗവാൻ. ഓക്കെ, ആ ഭഗവാനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാനോട് നമ്മൾ അപേക്ഷിക്കുക. കൃഷ്ണ, ഗുരുവായൂരപ്പ, അടിയൻ ഈ ചെയ്ത കർമ്മം അല്ലെങ്കിൽ അടിയൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സമർപ്പണം അല്ലെങ്കിൽ നമ്മൾ പാരായണം എന്തുമാവട്ടെ, അത് അങ്ങയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം വേണം, അടിയനിൽ അത് നിലനിർത്തി തരണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് വേണം അത് സമർപ്പണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യണം ഒന്നും പൂർണ്ണതയുണ്ടാവില്ല. കാരണം ഭഗവാൻ സ്ഥിരപ്പെടുത്തുന്നവനാണ്, സ്ഥിതിയാണ് ഭഗവാൻ. ഓക്കെ, ഇനി കുന്ദരഹ. കുന്ദരഹ എന്ന് പറഞ്ഞാൽ, കുന്തപുഷ്പം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? മുല്ലപ്പൂവാണ്. കുന്തപുഷ്പം എന്ന് പറഞ്ഞാൽ മുല്ലയാണ്. ഓക്കെ, അപ്പോൾ തുല്യങ്ങളും ശുദ്ധങ്ങളുമായിരിക്കുന്ന ഫലങ്ങളെ ദാനം ചെയ്യുന്നവൻ അഥവാ ഗ്രഹിക്കുന്നവൻ. മുല്ലപ്പൂ പോലെ ശുദ്ധമായിരിക്കുന്ന തുല്യമായിരിക്കുന്ന ഫലങ്ങളെ ദാനം ചെയ്യും ഭഗവാൻ. നമ്മൾ എന്താണോ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അത് ശുദ്ധമായിരിക്കുന്ന നമ്മൾക്ക് അനുയോജ്യമായിരിക്കുന്ന ഫലങ്ങളാണ് ഭഗവാൻ നമുക്ക് തരിക, അല്ലാത്ത ഭഗവാൻ തരൂല. അതുകൊണ്ട് ഭഗവാനോട് ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ വലിച്ചെറിഞ്ഞു പോകുന്ന കുറെ ആൾക്കാരുണ്ട്, അല്ലെ? ഭഗവാനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ ഒന്നും ചെയ്യാതെ ഭഗവാൻ എനിക്ക് എപ്പോ എന്ത് തരണോ അത് എൻ്റെ ജീവിതത്തിൽ നല്ലതാണ് എന്ന് ഭഗവാന് തോന്നുന്ന കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് തരും. ഇനി ലളിത സഹസ്രനാമം എന്നല്ല മാതാജി, എന്തുമായിക്കോട്ടെ, എന്ത് ചെയ്താലും ശരി. ഇനി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോയാൽ ശരി, ആ ക്ഷേത്രത്തിലെ പ്രദക്ഷിണവും പ്രാർത്ഥനയും പൂജയും വഴിപാടെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ സീതാപദേ രാമ രാധാപദേ കൃഷ്ണ ശ്രീ രുക്മിണി സത്യഭാമാപദേ വാണീപദേ ബ്രഹ്മ ഗൗരീപദേ ശംഭുലക്ഷ്മീപദേ ശ്രീമന്നാരായണ എന്ന 2 ലൈനെങ്കിലും ചൊല്ലുക. അങ്ങനെ ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം ചൊല്ലി അവസാനിപ്പിക്കുക. എങ്കിലേ നമ്മൾ ചെയ്തിരിക്കുന്ന ആ സമർപ്പണങ്ങൾ പൂർത്തിയാവും, സ്ഥിതി നിൽക്കും. ഇല്ലെങ്കിൽ അത് പൂർണ്ണതയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം തരാനിരിക്കുന്ന ഒരാളല്ല ഈശ്വരൻ. നമ്മൾക്ക് അനുയോജ്യമായിരിക്കുന്നത് മുല്ലപ്പൂ പോലെ പരിശുദ്ധമായിരിക്കുന്ന രീതിയിൽ ഫലം നമ്മൾക്ക് ഭഗവാൻ എന്ത് ചെയ്യും? പ്രദാനം ചെയ്യും. അത് ഭഗവാൻ ഗ്രഹിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി കുന്തഹ. കുന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുല്ലപ്പൂ ആണെന്ന്. അപ്പൊ അതുപോലെ സുന്ദരമായിരിക്കുന്ന അവയവങ്ങളാണ് ഭഗവാൻ. മുല്ലപ്പൂ പോലെ സ്വർണത്തിന്റെ നിറമുള്ള അവയവങ്ങളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ കുന്തഹ എന്ന് വിളിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം എന്ന് പറയുമ്പോൾ അറിയാലോ, ഓരോ നാമങ്ങളും ഭഗവാനെ പ്രതിനിധീകരിച്ചുള്ള ഭഗവാന്റെ നാമങ്ങളാണ്. അതിൽ ഭഗവാനെ നമ്മൾ കുന്തഹ എന്ന് വിളിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മുല്ലപ്പൂ പോലെ സുന്ദരമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ. സ്വച്ഛത കൊണ്ട് സ്ഫടികം പോലെ നിർമ്മലനായിരിക്കുന്നതാണ് ഭഗവാൻ. അത്രയും നിർമ്മലമായിരിക്കുന്നു ഭഗവാൻ. പിന്നെയോ അതുപോലെ തന്നെ ഭൂമി കശ്യപന് ദാനം ചെയ്തിരിക്കുന്നതും ഭഗവാനാണ്. അത്രയും സംക്ഷുബ്ധമായിരിക്കുന്ന രീതിയിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും പരാതികൾ കൊണ്ട് മൂടരുത്. ഓക്കെ, ഭഗവാനോട് ഇത്ര കാലവും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അത് നടന്നില്ല, ഇത് നടന്നില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, ഏതാ ഇപ്പോ നമ്മൾ പഠിച്ച ലൈനാണോ? കുമുദഹ കുന്ദരഹ
അതല്ലേ പ്രദീപ് സർ? കുമുദഹ, കുന്ദരഹ, കുന്ദഹ, പർജന്യഹ, പാവനോ, അനിലഹ. കിട്ടിയോ? ഇനി അതിന്റെ താഴെയുള്ള ലൈൻ അമൃതാശോ, അമൃതാശോ, അമൃതവപുഹ, അയ്യോ ഇതല്ലേ, എനിക്ക് മനസ്സിലായില്ല ഏതാന്ന്. വിഷ്ണു സഹസ്രനാമത്തില് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈനല്ലേ റിപ്പീറ്റ് ചെയ്യേണ്ടത്? യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉറക്കം വരും. സാറില്ലേ പറയും, ഏത് ലൈനായിരുന്നു ഇപ്പോ ഞാൻ പറഞ്ഞ? ആ സീതാപദേ രാമരാധാപദേ അതാണോ ചൊല്ലേണ്ടത്? അത് ആ ലൈനാണോ പറഞ്ഞത് പ്രദീപ് സർ? സുധാമ അതാണോ പറയണമെന്ന് പറഞ്ഞത്? ഒന്ന് പറയോ? ഇവിടെ അങ്ങനെ നമ്മൾ തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ ഒരേ ഫാമിലിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വട്ടം പറഞ്ഞു തരാനും ഞാൻ റെഡിയാണ്. എനിക്ക് കമന്റ്സ് വരുന്നില്ല, അതുകൊണ്ട് അതാണോ എന്നുള്ളത് ഒന്ന് ഇട്ടാൽ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ കുന്തഹ എന്ന് പറഞ്ഞ അതല്ലേ? ഓക്കെ ഓക്കെ. സീതാപദേ എഴുതിയെടുത്തോളൂ. ഞാൻ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഒരു പേപ്പർ പെന്ന് കൊണ്ടുവന്നിട്ട് എഴുതിക്കോളൂ. നോ പ്രോബ്ലം, എഴുതിയെടുത്തോളൂ, ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോ. അതിനൊരു ട്യൂണും കൂടെ ഉണ്ട്, നല്ല രസാ അത്, ഞാൻ എപ്പോഴും ചൊല്ലുന്നതാ. എഴുതിക്കോളൂ കേട്ടോ. പറയട്ടെ? അയ്യോ പെന്ന് കാണാനില്ലേ, പേപ്പർ കാണാനില്ലേ? ഇപ്പൊ പറയേ, ഒരു സാധനം ഇവിടെ വെച്ചാൽ എവിടെ പോയി? ഓക്കെ അമ്മ, നോ പ്രോബ്ലം. രാജലക്ഷ്മി അമ്മ ഒന്നും വറി ചെയ്യണ്ട. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. എനിക്ക് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാ, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. പറയട്ടെ? സീതാപദേ രാമ രാധാപദേ. എനിക്ക് തന്നെ ഇപ്പൊ മറന്നുകൊണ്ട് ഓരോ ഈണത്തിൽ അങ്ങനെ ചൊല്ലി പോവുക ചെയ്യാറ്. സീതാപദേ രാമ രാധാപദേ കൃഷ്ണ ശ്രീരുക്മിണി. ചൊല്ലിയാലേ കിട്ടത്തുള്ളൂ, ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുതരാൻ കിട്ടൂല. സീതാപദേ രാമ രാധാപദേ കൃഷ്ണ. ഇത് എൻ്റെ കുഞ്ഞിലെ എനിക്ക് എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നതാ. എപ്പോൾ ഞാൻ LKG UKG പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എപ്പോൾ ചൊല്ലുന്നതാ അത് എനിക്ക് LKG അങ്ങാണ്ട് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന ശ്ലോകമാണത്. സീതാപദേ രാമ രാധാപദേ കൃഷ്ണ ശ്രീരുക്മിണി സത്യഭാമാപദേ. കേട്ടില്ലേ? ശ്രീരുക്മിണി സത്യഭാമാപദേ. സീതാപദേ രാമ രാധാപദേ കൃഷ്ണ ശ്രീരുക്മിണി സത്യഭാമാപദേ വാണീപദേ ബ്രഹ്മ ഗൗരീപദേ. വാണീപദേ ബ്രഹ്മ ഗൗരീപദേ. ശംഭു ലക്ഷ്മീപദേ. വാണീപദേ ബ്രഹ്മ ഗൗരീപദേ ശംഭു ലക്ഷ്മീപദേ. ഗൗരിയും ശംഭുവും. വേദക്കുട്ടി നോക്കാം, ഗ്രൂപ്പിലിടാം, ഇതിൽ എനിക്ക് കമൻസിൽ എനിക്ക് ഇടാൻ പറ്റൂല. സീതാപദേ രാമ രാധാപദേ കൃഷ്ണ ശ്രീരുക്മിണി സത്യഭാമാപദേ വാണീപദേ ബ്രഹ്മ ഗൗരീപദേ ശംഭു ലക്ഷ്മീപദേ ശ്രീമന്നാരായണ. ലക്ഷ്മീപദേ ശ്രീമന്നാരായണ. കിട്ടിയില്ലേ? എഴുതിയെടുത്തോളൂ.
ബാക്കി ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുതരാം. ഓക്കെ, ഇത് ചൊല്ലിയാലും ഓക്കെയാണ്. അതിൽ എല്ലാവരും വന്നു നാരായണന്റെ നാമമായി അതൊരു 3 പ്രാവശ്യം ചൊല്ലി അവസാനിപ്പിച്ചാലും അത് ഭഗവാനെ സ്മരിക്കുന്ന പോലെ ആയില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് കുന്ത, അതായത് കുന്ത എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവ്. അപ്പൊ മുല്ലപ്പൂ പോലെ സുന്ദരമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയിരിക്കുന്ന ഭഗവാൻ, സ്വച്ഛത കൊണ്ട് സ്ഫടികം പോലെ നിർമ്മലനായവൻ. അതെ അതെ. അപ്പൊ കശ്യപന് ഭൂമിയെ ദാനം ചെയ്തവനും ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, കുന്തഹ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ പർജന്യഹ എന്ന് പറയുന്നുണ്ട്. പർജന്യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘത്തെ പോലെ താപത്രയങ്ങളെ ശമിപ്പിക്കുന്നവൻ. മേഘം ഇങ്ങനെ മഴയായിട്ട് അങ്ങ് പെയ്തു തീർന്നാൽ അത് കഴിഞ്ഞല്ലോ, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചൂടും തണുപ്പും എല്ലാം ഭഗവാൻ എന്ത് ചെയ്യും, ഇങ്ങനെ 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 തീർത്ത് കളയും. സീതാപദേ രാമരാധാപദേ കൃഷ്ണ ശ്രീരുക്മിണി സത്യഭാമാപദേ വാണീപദേ ബ്രഹ്മഗൗരീപദേ ശംഭു ലക്ഷ്മീപദേ ശ്രീമൻ നാരായണ ലക്ഷ്മീപദേ ശ്രീമൻ നാരായണ. സൂപ്പർ. ഞാൻ LKG തൊട്ട് ചൊല്ലുന്നതാ അത്. LKGക്കും താഴേന്ന് എനിക്ക് തോന്നുന്നു, PKG അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് LKGയിലൊക്കെ ഞാൻ ചൊല്ലി നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിൽ എന്നും എൻ്റെ അമ്മ ചൊല്ലുന്നതാണ്. അങ്ങനെയാണ് എനിക്ക് എൻ്റെ അമ്മ അത് പഠിപ്പിച്ചത്. അങ്ങനെ കുറേ സ്ലോഗാസ് ഉണ്ട്, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോഴും ഞാൻ അത് ഫോളോ ചെയ്യുന്നു. എൻ്റെ അമ്മമ്മ ചൊല്ലാറുണ്ട്, അതാണ് എൻ്റെ അമ്മ പഠിച്ചത്. എൻ്റെ അമ്മമ്മയുടെ അമ്മയുണ്ടായിരുന്നു, അമ്മാളും അമ്മമ്മ. പക്ഷെ അമ്മമ്മ കണ്ണട വെച്ചുകൊണ്ട് ഞാൻ കണ്ണാടി അമ്മമ്മ എന്നാണ് മുതുമുത്തശ്ശിയെ വിളിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ കണ്ണട വെക്കാറുള്ളത് ഭയങ്കര റെയറല്ലേ. അപ്പോൾ എൻ്റെ അമ്മമ്മയുടെ, അതായത് എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മ, എൻ്റെ മുതുമുത്തശ്ശി അമ്മമ്മ കണ്ണട വെച്ചത് കൊണ്ട് ഞാൻ കുഞ്ഞിലെ കണ്ണാടി അമ്മമ്മ എന്ന് വിളിച്ചു. അങ്ങനെ അത് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണാടി അമ്മമ്മയായി. ആ അമ്മമ്മ വീട്ടിൽ ചൊല്ലി കേട്ടിട്ടാണ് എൻ്റെ അമ്മമ്മ പഠിച്ചത്, എൻ്റെ അമ്മയുടെ അമ്മ പഠിച്ചത്. എൻ്റെ അമ്മമ്മ പഠിച്ചിട്ടാണ് എൻ്റെ അമ്മ പഠിച്ചത്. എൻ്റെ അമ്മ പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ ചൊല്ലുന്നത് കേട്ടിട്ട് എൻ്റെ മോനും ചൊല്ലും, എൻ്റെ ബ്രദേഴ്സിന്റെ മക്കളും ചൊല്ലും. അങ്ങനെ ഒരു 5ാമത്തെ തലമുറയാണ് ഇത് ചൊല്ലിക്കൊണ്ട് നടക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ എന്താ പറയണേ, പർജന്യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘത്തെ പോലെ താപത്രയങ്ങളെ ശമിപ്പിക്കുന്നവൻ, സകല കാമങ്ങളെയും വർഷിക്കുന്നവൻ, എല്ലാ ദുഃഖ ദുരിതങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ഭഗവാന് സാധിക്കും എന്നതിന്റെ തെളിവാണത്. ഓക്കെ, ഇങ്ങനെ കുറേ സ്ലോഗാസ് ഉണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും 6 മണിയായി കഴിഞ്ഞാൽ TV ഓൺ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നാമം ചൊല്ലുക എന്നുള്ളതേ ഉള്ളൂ. രാവിലെയും വൈകിട്ടും എൻ്റെ വീട്ടിൽ ഇപ്പോഴും എൻ്റെ വീട് മീൻസ് എൻ്റെ കസിൻസിൻ്റെ വീടാവട്ടെ, ഇട്ടുതരാം മോളെ, എൻ്റെ വീട്ടിലാവട്ടെ, എൻ്റെ അച്ഛൻ്റെ തറവാട് വീട്ടിലാവട്ടെ, വല്യച്ഛന്മാരെ വീട്ടിലാവട്ടെ, എൻ്റെ അമ്മമ്മയുടെ സ്വന്തമായ ഉള്ള വീടുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ വീടുണ്ടല്ലോ, അവിടെ എൻ്റെ ആൻറ്റിയമ്മമാരും മാമന്മാരും മക്കളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആവട്ടെ, എല്ലായിടത്തും വിളക്ക് കത്തിച്ചു വെച്ച് അവിടെ ചന്ദനത്തിരി വെച്ച് ഭഗവാൻ രാവിലെ വെച്ച പൂക്കളും വെള്ളവും എല്ലാം മാറ്റി എഗെയിൻ അവിടെ വീണ്ടും പുഷ്പങ്ങളൊക്കെ വെച്ച് വെള്ളമെല്ലാം വെച്ച് എല്ലാവരും കുളിച്ചു വന്നിരുന്ന് ഒരു 7:30 മണി വരെ കൃത്യമായിട്ട് നാമം ചൊല്ലും. അതിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മളുടെ ആരുടെ വീട്ടിലും ഇല്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോലും ആ സമയത്ത് ചൊല്ലും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചൊല്ലി തുടങ്ങിയാൽ ഒരു 9:30 മണി വരെയൊക്കെ ഞാൻ ഇരുന്ന് പാരായണം ചെയ്യും. അത് കേട്ട് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഇരിക്കും, ഏട്ടനും ഭാര്യയും മക്കളും എല്ലാവരും ഇരിക്കും. 9:30 ആകുമ്പോഴാണ് പിന്നെ കുക്കിംഗ്. ഏട്ടൻ്റെ വൈഫ് കിച്ചണിൽ കയറി കുക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ച് പിന്നെ കിടക്കുമ്പോൾ എഗെയിൻ എന്തെങ്കിലും ബുക്ക് വായിച്ച്, ഏട്ടൻ്റെ മക്കളുണ്ട്, എൻ്റെ ബ്രദറിൻ്റെ മക്കളുണ്ട് 2 പേര്, അവരെൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് ഇരിക്കും. ഞാൻ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഈ നമ്മുടെ പണ്ട് എനിക്ക് അമ്മമ്മ അച്ഛനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും. അത് കേട്ട് എൻ്റെ അമ്മ ഇരിക്കും, അച്ഛൻ ഇരിക്കും. ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്ത് തരും, അമ്മയും കറക്റ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഡിസ്കഷൻ പോകും. മോനിരിക്കും, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് മോൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ അങ്ങനെ ഉറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും 4-4:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലൊക്കെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് എല്ലാവരും പൂജ പ്രാർത്ഥന കാര്യങ്ങൾ ഒരു 8-8:30 വരെയൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളും. പിന്നെ എല്ലാവരും സ്കൂൾ കോളേജ് ഓഫീസ് അങ്ങനത്തെ ഒരു ലൈഫാണ് ഞങ്ങളുടെയൊക്കെ വീട്. അതിപ്പോഴും ഇവിടെയും അതുപോലെ റൺ ചെയ്തു പോകുന്നു അല്ലേ. നിങ്ങൾക്ക് വെളുപ്പിനെയൊക്കെ പ്രഭാത മഞ്ജരിയൊക്കെ കിട്ടാറില്ലേ, അശ്വിനി മാതാജി ഇടാറില്ലേ? അത്
ഏർലി മോർണിംഗ് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് അവർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. ചിലപ്പോൾ എന്തെങ്കിലും ജോലി തിരക്കൊണ്ട് ഡിലേ ആയിപ്പോവും. അതൊക്കെ കറക്റ്റ് ചെയ്ത് ചിന്തിച്ച് എഴുതണ്ടേ? അത്രയും പ്രഭാത മഞ്ജരിയൊക്കെ എഴുതി വെക്കണ്ടേ? പിന്നെ ക്ഷേത്രമഞ്ജരി, ഗുരുമഞ്ജരി ഇതൊക്കെ കളക്ട് ചെയ്ത് എഴുതി സെറ്റാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരത് ഫോർവേഡ് ചെയ്തിരും കൃത്യമായിട്ട്. ഗാനമഞ്ജരി, അങ്ങനെ ഒരു ഡിസിപ്ലിൻ ലൈഫാണ് നമ്മുടേത്. സോ അതുപോലെ ഒരു ഡിസിപ്ലിൻ ലൈഫ് ഉണ്ടാക്കിയെടുക്കുക, അത്രയും ഞാൻ പറയാം. എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുക, ഒരു ചീഞ്ഞളിഞ്ഞ മുഖമായിട്ട് ഇരിക്കാതിരിക്കുക. എപ്പോഴും ഫ്രഷ് ആയിട്ട് വേണം നമ്മളെ കാണാൻ. ഫ്രഷ്നെസ് ഇല്ലാതെ കാണരുത് എന്നുള്ളതാണ്. അതുപോലെ പൊട്ട് തൊടാതെ ഇരിക്കരുത്, കയ്യിൽ വളയിടാതിരിക്കരുത്, തലയിൽ ഒരു ചെറിയ പൂവെങ്കിലും വെക്കാതിരിക്കരുത്, മുടി വിരിച്ചിട്ട് നടക്കരുത്. ഇപ്പം ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ നമ്മുടെ ജോലിയാണ്, നമുക്ക് പല രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും, അതല്ല. അതർവൈസ് ഞാൻ പറയുകയാണ്. അല്ലാണ്ട് കുറേയൊക്കെ സാത്വികമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിന് നമ്മളുടേതായ ചില ഡിസിപ്ലിൻസ് ഉണ്ട്, അച്ചടക്കങ്ങളുണ്ട്. ആ അച്ചടക്കങ്ങൾ അതുപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഈ ലേഡീസ് ഇങ്ങനെ പൊട്ടു തൊടാതൊക്കെ വീട്ടിൽ നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. അത് ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു ഐശ്വര്യമില്ലായ്മയാണത്. അതുപോലെ ഈ സ്റ്റിക്കർ പൊട്ട് വെച്ച് നടക്കുക, എനിക്കത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും കുങ്കുമം, ചന്ദനം ഇത് തന്നെ. ഞാൻ ഷൂട്ടിന് പോലും അത് തന്നെയാണ് യൂസ് ചെയ്യാറ്, കുങ്കുമം. അങ്ങനെയൊക്കെ നമ്മൾ കുറേയൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്യണം. അതൊക്കെയാണ് നമ്മളിലേക്ക് പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരാനുള്ള കാരണങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ക്ലാസ് നോക്കാം. അപ്പൊ പർജന്യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങൾ എങ്ങനെയാണോ മഴയായി പൊഴിഞ്ഞ് അത് അവിടെ അവസാനിക്കുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തീർക്കാൻ ഭഗവാന് സാധിക്കും. ഇനി പാവനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മരണ മാത്രാൽ പരിശുദ്ധമാക്കി ചെയ്യുന്നവൻ. നമ്മളൊന്ന് സ്മരിച്ചാൽ മതി ഗുരുവായൂരപ്പനെ, നമ്മളെ പരിശുദ്ധമാക്കും അദ്ദേഹം. അതുകൊണ്ട് ഒരിക്കലും ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. നമ്മൾ എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ല എന്ന് വേണ്ട. നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കൂടി ഇപ്പൊ ഒരു പാത്രം എടുത്താൽ കുറേ നാൾ ഉപയോഗിക്കാത്ത പാത്രമായി കഴിയുമ്പോൾ അതിങ്ങനെ ക്ലാവ് പിടിച്ചിരിക്കും അല്ലേ? ഒരു വട്ടം തേച്ചതുകൊണ്ട് ചിലപ്പോൾ അത് വൃത്തിയാവില്ല. തേച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വേണം പുതിയതാക്കി എടുക്കാൻ. അപ്പൊ അതേപോലെയാണ് നമ്മുടെ ജീവിതവും. മൂകാംബിക അമ്മയുടെ വള മേഘയുടെ അഡ്രസ്സ് തരൂ, മാതാജി അയച്ചുതരാം. പൊന്നിനിത് പറ്റുമോന്ന് അറിയില്ലടാ, കുറച്ച് വലുതാ. മാതാജിയുടെ 2.6 സൈസ്, എത്തോന്ന് അറിയില്ല കുഞ്ഞിന്. എങ്കിലും കുഴപ്പമില്ല, മാതാജി അയച്ചിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഓക്കെ, നീ പറ. എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട്, ഞാൻ ഷൂട്ടിനുള്ള ഈ ബാംഗിൾസായി യൂസ് ചെയ്യും. അയച്ചുതരാം, മാതാജിക്ക് മെസ്സേജ് ഇട്ടു കേട്ടാ, അയച്ചുതരാം. അപ്പം എന്താ പറയണത്, നമ്മൾ അപ്പൊ അതുപോലെ നമ്മുടെ മുജ്ജന്മങ്ങളും അങ്ങനെയാണ്. കുറേ തെറ്റുകൾ ചെയ്ത് എന്താണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പൊ ആ പ്രശ്നങ്ങളെല്ലാം ഭഗവാൻ എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും തീരുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പ്രശ്നങ്ങൾ തീരും. അത് ഭഗവാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിങ്ങനെ ക്ലീൻ ചെയ്ത് കുറെ കാലം ചിലപ്പോൾ കഴിയും നമ്മളൊരു സ്വസ്ഥമായ ജീവിതത്തിലേക്ക് എത്താൻ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒറ്റയടിക്കൊന്നും ഭഗവാൻ നമ്മളിലേക്ക് എത്താൻ അത്രമാത്രം പെർഫെക്റ്റ് ആയ ആൾക്കാരല്ല നമ്മളാരും. നമ്മളൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ കുറേ തെറ്റുകൾ ചെയ്തിട്ട് അത് ഈ ജന്മത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് ഭഗവാൻ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്മരണ മാത്രമേ, ചിന്തിച്ചാൽ ഉടനെ തന്നെ ഭഗവാൻ നമ്മളെ പരിശുദ്ധമാക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ടാണ് പാവനഹ എന്ന് പറയുന്നത്. പിന്നെയോ അനിലഹ എന്ന് പറഞ്ഞാൽ ഇലനം, അതായത് പ്രേരണ ചെയ്യൽ ഇല്ലാത്തവൻ. ഭഗവാനെ നമുക്ക് ഒരിക്കലും പ്രേരണ കൊണ്ട് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് പ്രേരിപ്പിച്ച്, ചില ആൾക്കാർ പറയും എനിക്ക് ഇത് കിട്ടിയാൽ ഞാൻ കിച്ചൂട്ടന് ഹാരം കൊടുക്കാം, അല്ലെങ്കിൽ ഗുരുവായൂരമ്പലത്തിൽ ഞാൻ പാൽപ്പായസം നടത്താം, അല്ലെങ്കിൽ അത് അങ്ങനെ പ്രേരിപ്പിക്കേണ്ട ഒരാളല്ല ഭഗവാൻ. നമ്മൾക്ക് തരേണ്ടതും കിട്ടേണ്ടതും എന്താണെന്നുള്ളത് എന്താണ് ഭഗവാൻ അറിയാം. അപ്പൊ ആ ഭഗവാൻ ഉറപ്പായിട്ടും നമുക്കത് തരും. ഒരു പ്രേരണയുടെ ആവശ്യവും നമുക്കില്ല. ഓക്കെ, അപ്പോ ഇലനം, അതായത് ഉറക്കം. ഇലനം എന്ന് പറഞ്ഞാൽ ഉറക്കം ഇല്ലാത്തവൻ. ഭഗവാൻ ഉറക്കമേ ഇല്ല. നമ്മൾ യോഗനിദ്ര, മായാനിദ്ര എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഉറക്കമില്ല. നിത്യ പ്രബുദ്ധ രൂപനാണ് ഭഗവാൻ. നിത്യവും ഭഗവാൻ, നമ്മൾ ഒരു ഭക്തൻ എപ്പോ വിളിച്ചാലും ആ ഭഗവാന്റെ ഒരു ദൃഷ്ടി നമ്മളിലേക്കുണ്ട്. അതായത് നിലനല്ലാത്തവൻ, അതായത് ഭക്തന്മാർക്ക് എപ്പോഴും ഭഗവാൻ സമീപസ്ഥനാണ്. നമ്മൾ ആ ഭഗവാനെ അറിയുന്നില്ല. നമ്മൾ ഭഗവാന്റെ സാമീപ്യം അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ ഉണ്ട്.
പക്ഷെ നമ്മൾ അറിയണില്ല ഭഗവാൻ വരുന്നതോ നമ്മളുടെ അടുത്ത് ഇരിക്കുന്നതോ നമ്മളെ സഹായിക്കുന്നതോ ഒന്നും നമ്മൾ അറിയണില്ല. പക്ഷെ ഭഗവാൻ സമീപസ്ഥനാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ആ നാമത്തിൽ ഈശ്വരനുണ്ട്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഈശ്വരന്റെ നാമം അധികം ജപിക്കാൻ പറയുന്നത്. ഭഗവാൻ ഉറക്കമില്ലാതെ ഭക്തന്റെ വിളിക്കായി കാതോർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അനിലഹ എന്ന് പറയുന്നത്. ഓക്കെ, അമൃതാശ. അമൃതാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമൃതാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാത്മാനന്ദ രൂപമായിരിക്കുന്ന അമൃതത്തെ, സുധാത്മാനന്ദ രൂപമായിരിക്കുന്ന അമൃതത്തെ അശിക്കുന്നവൻ, അശിക്കുന്നവൻ. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതെ, ദേവിയുടെ പ്രസാദമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാഴി കടഞ്ഞെടുത്ത അമൃതത്തെ ദേവന്മാരെ പാനം ചെയ്യിച്ചിട്ട് തന്നെത്താൻ അശിച്ചവൻ. അതായത് പിന്നെന്താ, അയ്യോ എനിക്ക് വള തരുന്നതിന് ഒരു പ്രയാസവും ഇല്ല കേട്ടോ, ഞാൻ തരാം. മാക്സിമം ഞാനത് പൊട്ടാതെ തന്നെ പാക്ക് ചെയ്ത് അയച്ചു, ഒന്നും കുഴപ്പമൊന്നുമില്ല. അതിനെന്താ ഇപ്പം, ഒന്നും പ്രശ്നമില്ല. ഞാൻ ഇടുന്ന സാരി എല്ലാം മൂകാംബികമ്മയുടേതാണ്. ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കാതെ സാരി ഇടില്ല. ഞാൻ ഇടുന്ന വളയെല്ലാം ഭഗവതിയുടെയാണ്. ഭഗവതിക്ക് ഇട്ട വളയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിന് പോകുമ്പോഴെല്ലാം ഞാൻ ഇടുന്ന വളയെല്ലാം അമ്മയുടെയാണ്. ഞാൻ ഇടുന്ന സാരി എല്ലാം ഭഗവതിക്ക് സമർപ്പിച്ചിട്ടേ ഞാൻ ഇടും. ഇനി എന്തെങ്കിലും കാരണവശാൽ കുറെ കാലം എത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ രാധാറാണിക്ക് സമർപ്പിച്ചിട്ടാണ് അത് ഇടാറ്. അല്ലാത്ത ഒരു ഫ്രഷ് കോസ്റ്റ്യൂമും സാരിയുടെ കാര്യത്തിൽ ഇടില്ല. സൽവാർ പിന്നെ നമുക്ക് പറ്റൂലല്ലോ, അത് കാരണം എല്ലാ സാരിയും അമ്മയ്ക്ക് സമർപ്പിച്ചതേ ഞാൻ ഇടാറുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും ഞാൻ ഇടാറില്ല, ആദ്യം അമ്മയ്ക്ക് കൊടുത്തിട്ടേ ഇടും. അപ്പം തരാം, ഒന്നും കുഴപ്പമില്ല, വളരെ അയച്ചു തരാം, ഒന്നും പ്രശ്നമില്ല. അപ്പം എന്താ പറയണത്, നമുക്ക് ഇവിടെ പ്രേരണ കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഭഗവാനെ നേടാൻ നമുക്ക് കഴിയില്ല. അത് മനസ്സിലാക്കുക. ഒരിക്കലും പ്രേരിപ്പിച്ചിട്ട് നമുക്ക് ഭഗവാനെ നമുക്ക് നേടാൻ കഴിയില്ല. ഭഗവാൻ നമ്മളിലേക്ക് പ്രസാദിക്കുകയാണ്. നമ്മൾ ഒരു സെക്കൻഡ് വിളിച്ചാൽ പോലും ആ ഗുരുവായൂരപ്പൻ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ നിത്യപ്രബുദ്ധ രൂപൻ എന്ന് വിളിക്കുന്നത്. ഭക്തന്മാർക്ക് വളരെ സമീപസ്ഥനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ അനിലഹ എന്ന് വിളിക്കുന്നു. ഇനി അമൃതാംശ. അമൃതാംശ എന്ന് പറഞ്ഞാൽ സുധാത്മാനന്ദ രൂപമായിരിക്കുന്ന അമൃതത്തെ അശിക്കുന്നവൻ. എന്നിട്ടോ പാലാഴി കടഞ്ഞെടുത്ത് ആ അമൃത് ദേവന്മാരെ പാനം ചെയ്യിപ്പിച്ചിട്ട് തന്നെത്താൻ അശിച്ചവൻ. ആ മായ, ആ ഒരു മായ, ഭഗവാന്റെ ഒരു മായാരൂപം പോലും അവിടെ കാണിച്ചു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ അസുരന്മാരിലേക്ക് ആ അമൃത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? സത്യത്തെയും നീതിയെയും ഭഗവാൻ നിലനിർത്താൻ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ, ധർമ്മം നിലനിർത്താൻ ഭഗവാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഭഗവാൻ അങ്ങനെ ചെയ്ത തെറ്റല്ലേ, ഇങ്ങനെ ചെയ്ത തെറ്റല്ലേ. പക്ഷെ ഭഗവാന്റെ ലക്ഷ്യം ധർമ്മമാണ്. ആ ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഭഗവാൻ ഓരോ ഭക്തനെയും സംരക്ഷിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ അമൃതാംശ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അമൃതവഭു എന്ന് പറയുന്നുണ്ട്. അമൃതാശോ അമൃതവഭു എന്ന് വിളിക്കുന്നുണ്ട്. അമൃതവഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്ത വപുസ്സോട് കൂടിയവൻ, മരണമില്ലാത്ത വപുസ്സോട് കൂടിയവനാണ് ഭഗവാൻ. ഭഗവാൻ ഒരിക്കലും നാശമില്ല, മനസ്സിലായില്ലേ? ഭഗവാനും നാശമില്ല, ഭഗവാന്റെ ഭക്തർക്കും നാശമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ അമൃതവഭു എന്ന് വിളിക്കുന്നത്. ഇനിയോ സർവജ്ഞഃ. സർവജ്ഞഃ എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയുന്നവൻ, സർവവും അറിയുന്നവനാണ് ഭഗവാൻ. നമ്മൾ വിചാരിക്കും നമ്മുടെ ദുഃഖം അറിയുന്നില്ല, നമ്മുടെ വിഷമം ഭഗവാൻ കാണുന്നില്ല. എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. സർവജ്ഞഃ, എല്ലാം അറിയുന്നുണ്ട് ഭഗവാൻ. പിന്നെന്താ പറയുന്നത്? സർവധോന്മുഖ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേ മുഖമുള്ളവൻ. അതായത് എല്ലായിടത്തും ഭഗവാന് മുഖമുണ്ട്. എല്ലാ കാര്യങ്ങളും ഭഗവാന് കാണാൻ പറ്റും. എല്ലാം ഭഗവാന്റെ ദൃഷ്ടിയിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സർവധോന്മുഖ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്, നമ്മൾ അത് അറിയുന്നില്ല. ഇവിടെ ഒരു കാറ്റായാലും മഴയായാലും ചൂടായാലും തണുപ്പായാലും അതെല്ലാം ഭഗവാനാണ്. അങ്ങനെ നമ്മൾ എല്ലാറ്റിലും ഭഗവാനെ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പൂ വിരിഞ്ഞാൽ അതുപോലും ഭഗവാന്റെ ഒരു വരദാനമാണ്. നമ്മൾക്കൊരു പകല് കിട്ടിയാൽ അതും ഭഗവാന്റെ വരദാനമാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇതിൽ നിന്ന് മരിച്ചുപോയ ശ്രീ നരേന്ദ്രപ്രസാദ് സാറിന്റെ ഒരു കുറിപ്പ് ഞാൻ വായിച്ചിരുന്നു. അപ്പം അദ്ദേഹം ഫൈനൽ സ്റ്റേജിലേക്ക് വയ്യാതൊക്കെ കിടന്ന സമയത്ത് അദ്ദേഹം മരിച്ചു പോകും എന്ന് അദ്ദേഹത്തിന് കൺഫേം ആയ സമയത്ത് പോലും അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഹോസ്പിറ്റലൊക്കെ കിടന്നപ്പോൾ പോലും അദ്ദേഹം യൂസ് ചെയ്തത് അദ്ദേഹം വീട്ടില്
മീൻസ് സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ, സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എന്ത് വസ്ത്രം ധരിക്കണമോ, അതായത് ജുബ്ബ, മുണ്ട്, അതേ ഇതിലായിരുന്നു അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ഡയറി എന്നും എഴുതുമായിരുന്നു. അതിൽ അദ്ദേഹം എഴുതിയിരുന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം കൂടി ഭഗവാൻ എനിക്ക് തന്നു, ഒരു ദിവസം കൂടി എനിക്ക് ഭഗവാൻ ദാനമായി നൽകി. അപ്പൊ നമ്മളും മനസ്സിലാക്കുക, നമ്മൾക്ക് ഓരോ ദിവസവും ദാനമായി ഭഗവാൻ നൽകുന്നു. ആ ഓരോ ദിവസവും തരുന്ന ആ ഭഗവാനെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസത്തിൽ നന്മ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലും ഭഗവാന്റെ വരദാനമായി കാണാം. അതുപോലും നല്ല, അത് ഭഗവാന്റെ വരദാനമാണ്. പൂർണ്ണമായി ആ ഒരു എല്ലാ ജീവിതത്തിലെ ഓരോ നിമിഷവും അദ്ദേഹം നൽകിയതായിട്ട് നമ്മൾ തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന പറയാൻ പരാതികളില്ല. എല്ലാം അറിയുന്നു, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു, സർവജ്ഞനാണ്, സർവധോന്മുഖനാണ്, സർവവ്യാപിയാണ് ഈശ്വരൻ. ആ ഈശ്വരനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫീൽ ചെയ്യേണ്ടത്. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഭഗവാൻ സമീപസ്ഥനാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 87ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുമുദഹ കുന്ദരഹ കുന്ദഹ പർജന്യഹ പാവനോ അനിലഹ അമൃതാശോ അമൃതവപുഹ സർവജ്ഞ സർവതോന്മുഖ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ ലൈൻ മുതൽ പറയുകയാണെങ്കിൽ, ഭൂമിയിലെ ഭാരത്തെ ഇല്ലാതാക്കുന്ന, എല്ലാവർക്കും മോക്ഷം നൽകുന്ന, മുല്ലപ്പൂവിന് തുല്യമായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന ഫലങ്ങളെ നമുക്ക് നൽകുന്ന, മുല്ലപ്പൂ പോലെ സുന്ദരമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയിരിക്കുന്ന, മേഘമാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെ, മേഘത്തെ പോലും എത്രയും എളുപ്പം മഴയായി പെയ്ത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കി തീർക്കുന്ന, ഒന്ന് ചിന്തിച്ചാൽ പോലും നമ്മളുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന, അതുപോലെ തന്നെ ഉറക്കമില്ലാതെ ഭക്തന്റെ വിളിക്കായി കാതോർത്തിരിക്കുന്ന, നിത്യപ്രബുദ്ധ രൂപനായിരിക്കുന്ന, ഭക്തർക്ക് എപ്പോഴും സമീപസ്ഥനായിരിക്കുന്ന, സുധാത്മാനന്ദ രൂപമായിരിക്കുന്ന, അമൃതത്തെ അശിക്കുന്ന, പാലാഴി കടഞ്ഞെടുത്ത് ദേവന്മാർക്ക് അമൃത് നൽകി അവിടെയും മായ കാണിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിച്ച, മരണമില്ലാത്ത വപുസോട് കൂടിയിരിക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലായിടത്തും മുഖമുള്ള ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ക്ലിയർ? ആ 2 ലൈൻ കുറെ എളുപ്പം സ്പീഡിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ നിർത്തി പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 1000 വേർഡ്സ് പറഞ്ഞാൽ 500 വേർഡ്സ് കേൾക്കുക, 250 വേർഡ്സ് ആലോചിക്കുക, 100 വേർഡ്സിനെ കുറിച്ച് ചിന്തിക്കുക, ഒരു 50 വേർഡ്സ് മനസ്സിൽ വെക്കുക, 10 വേർഡ്സ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതാണ് എൻ്റെ പോളിസി. മൊത്തം പഠിച്ചു വെക്കാനൊന്നും നമുക്ക് പറ്റില്ല. കുറച്ചെങ്കിലും ഒരു 2 വേർഡ്സ് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിന്നാൽ എനിക്ക് സന്തോഷം. അതിലിപ്പോൾ കുന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പൂ ആണെന്ന് പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെങ്കിലും അറ്റ്ലീസ്റ്റ് തങ്ങി നിന്നാൽ സന്തോഷം. ഇത്രയേ വേണ്ടൂ. അല്ലാണ്ട് നമ്മൾ ഹരിബരിയായിട്ട് ഓടണ്ട. ഓടിക്കഴിഞ്ഞ് ഓടിപ്പിടിച്ച് തീർത്ത് അടുത്ത സെഗ്മെന്റിലേക്ക് കയറാൻ ഇത് മാരത്തോൺ ഇതൊന്നുമല്ല. വിഷ്ണു സഹസ്രനാമ പഠിക്കുന്നത് സിമ്പിളായിട്ട് എത്ര സമയം കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും സമയം പഠിക്കുക. സമ്പൂർണ്ണമായിട്ട് പഠിക്കാനൊന്നും ആരെക്കൊണ്ടും സാധിക്കില്ല. സമയമെടുത്ത് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പോലെ പതുക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 88ാമത്തെ ശ്ലോകമാണ്. 88ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുലഭഃ സുവ്രതഃ സുലഭഃ സുവ്രതഃ സിദ്ധഃ ശത്രു ജിച്ഛത്രു ശത്രു ജിച്ഛത്രു താപനഃ നൈഗ്രോധോ ദുംബരോ ന്യഗ്രോ നഗ്രോ ദോ ദും നൈഗ്രോ ദോ ദുംബരോ. കിട്ടിയോ? അത് കുറച്ച് കട്ടിയുള്ള വേർഡാണ്. ഒരു സ്പെല്ലിംഗ് എടുത്തെടുത്ത് വായിച്ചു നോക്കിയാൽ കിട്ടും. നഗ്രോ ദോദുംബരോ അശ്വത്ഥ. ആ എഫ് പോലെ ഇട്ടത് ആന്ന് വായിക്കണേ. അശ്വത്ഥഃ ചാണൂരാദ്ര നിഷൂദനഃ ചാണൂരാദ്ര നിഷൂദനഃ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല്, സുലഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി കൊണ്ട് മാത്രം സമർപ്പിക്കപ്പെടുന്ന പത്ര പുഷ്പ ഫലാദിയാൽ സുഖമായി ലഭിക്കപ്പെടുന്നവൻ എന്ന് വെച്ചാൽ എന്താണ്? ഭക്തി കൊണ്ട് സമർപ്പിക്കപ്പെടുന്ന. ഇവിടെ നമ്മൾ ഭഗവാന്
എന്ത് കൊടുത്താലും നമ്മൾ വിചാരിക്കും കോടിക്കണക്കിന് രൂപ കൊടുക്കാം, ഭഗവാൻ അമ്പലം പണിത് കൊടുക്കാം. ഇതൊന്നുമല്ല. ഭക്തിയോടെ എന്ത് കൊടുക്കുന്നു അതാണ് ഭഗവാൻ ഇമ്പോർട്ടൻറ്റ്. അതെന്തായാലും ഭഗവാൻ സ്വീകരിക്കും. ഒരു മണി അരി കൊണ്ടുപോയിട്ട് ഒരു 100 ചാക്ക് അരി കൊടുക്കുന്നതും ഒരു മണി അരി കൊടുക്കുന്നതും നമ്മൾ എങ്ങനെയാണെന്ന് അറിയാമോ? 100 ചാക്ക് അരി കൊടുത്തിട്ട് ഭഗവാനെ ഞാൻ 100 ചാക്ക് അരി തന്നിട്ടുണ്ടെന്ന് പറയുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള മുഴുവൻ ഭക്തിയും ഉപയോഗിച്ചിട്ട് ആ മുഴുവൻ എനിക്ക് ഇനിയും ഭക്തി വേണം എന്ന ആഗ്രഹത്തോടു കൂടിയെങ്കിലും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഒരു മണി അരി ഞാൻ സമർപ്പിക്കുന്നു, കൃഷ്ണ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ ആ 100 ചാക്ക് അരിയുടെ പിന്നാലെ ഭഗവാൻ പോകില്ല. ആ ഹൃദയം കൊണ്ട് സമർപ്പിക്കുന്ന ഒരു അടിമണിയായിരിക്കും ഭഗവാൻ സെലക്ട് ചെയ്യുന്നത്. അതാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കൊടുക്കുന്ന വസ്തുവിൻ്റെ ഭാരമല്ല ഭഗവാൻ നോക്കുന്നത്, കൊടുക്കുന്ന മനസ്സിന്റെ ഭക്തിയാണ് ഭഗവാൻ നോക്കുന്നത്. മനസ്സിലായില്ലേ? അതിനി തെറ്റായ ഒരു കാര്യം കൊടുത്താൽ ഭഗവാൻ അതും സ്വീകരിക്കുന്നുള്ളതാണ്. കാരണം ഭക്തി മാത്രമേ അവിടെ ഭഗവാൻ നോക്കൂ, ആത്മസമർപ്പണമേ അദ്ദേഹം നോക്കൂ. അതാണ് ഭഗവാന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, ഭക്തി കൊണ്ട് മാത്രം സമർപ്പിക്കപ്പെടുന്ന പത്രപുഷ്പഫലാധിയാൽ സുഖമായിട്ട് ലഭിക്കുന്നവൻ. ഭക്തി കൊണ്ട് നമ്മൾ എങ്ങനെ ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും ഭഗവാൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ വലിപ്പമല്ല, സ്വർണം പണം അത് ഇത് അതുകൊണ്ടല്ല ഭഗവാനെ നമുക്ക് ലഭിക്കുന്നത്. ഭക്തിയോടെയാണോ നീ കൊടുക്കുന്നത്? ഇനി ഒന്നും കൊടുത്തിട്ടില്ല, ഭഗവാനെ ഭക്തിയോടെ സ്മരിച്ചാൽ ആ സ്മരണയിൽ പോലും ഭഗവാൻ നിൽക്കുന്ന. ഭഗവാൻ ഇമ്പോർട്ടന്റ് ഭക്തന്റെ ഹൃദയത്തിലെ ഭക്തിയാണ്. ഭക്തൻ കൊടുക്കുന്ന ആ പണത്തിനോ മൂല്യത്തിനോ ഒന്നുമല്ല ഭഗവാൻ നോക്കുന്നത്, ഭക്തി നിർമ്മലമായിരിക്കുന്ന ആ ഭക്തിയിലേക്കാണ് ഭഗവാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന് സുലഭ എന്ന് വിളിക്കുന്നത്. ഇനി സുവ്രതഹ, സുവ്രതഹ എന്ന് പറഞ്ഞാൽ ശോഭനമായതിനെ വ്രതിക്കുന്നവൻ, നല്ലതിനെ ഭോജനം കഴിക്കുന്നതിനാൽ ഭോഗത്തിൽ നിന്ന് പിന്തിരിയുന്നവൻ. അതായത് ശോഭനമായിരിക്കുന്നതിനെ വ്രതിക്കുന്നവൻ. എപ്പോഴും ഞാൻ പറയാറില്ലേ, വെജിറ്റേറിയൻസിലേക്ക് വരിക, ശോഭനമായിരിക്കുന്നതിലേക്ക് വരിക. നമുക്ക് ശോഭനമല്ലാത്ത കാര്യങ്ങൾ വേണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായം. നമുക്ക് നാവിന് രുചി ഉണ്ടാവുമായിരിക്കും ഇപ്പം നോൺ വെജിനൊക്കെ, പക്ഷെ അത് നമ്മൾക്ക് നല്ലതല്ല തരുന്നത്. ഭഗവാന് വേണം അല്ലെങ്കിൽ നോൺ വെജ് വേണമെന്ന് സ്വയം തീരുമാനിക്കുക. ഭഗവാന് മതി എന്നാണെങ്കിൽ ആ നോൺ വെജ് ഉപേക്ഷിക്കുക. നാവിന്റെ രുചിയേക്കാൾ കൂടുതൽ ഭഗവാനോടുള്ള ഭക്തി ഹൃദയത്തിൽ നമ്മൾ കൂട്ടുക. കാരണം ഈ ലോകത്തില് നമ്മൾക്ക് ഈ കലിയുഗത്തില് നമ്മൾ ജീവിച്ചു മുന്നേറണമെങ്കിൽ, മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഭഗവാനെയാണ് ആവശ്യം. മറ്റു കാര്യങ്ങളെല്ലാം വിടും. എത്ര പാവപ്പെട്ട ജീവികളെയാണ് ശ്വാസം മുട്ടിച്ചും കഴുത്ത് ഞെരിച്ചും കൊന്ന് അതിൻ്റെ ശവം തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മാത്രം ദുഷ്ടരായി പോയൊന്ന് ചിന്തിക്കുക. ആ ജീവി കൊല്ലപ്പെടുന്നത് നമ്മളുടെ നാവിൻ്റെ രുചിക്കാണ്. അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ എന്ന് മാത്രം ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, ശോഭനമായിരിക്കുന്നതിനെയാണ് ഭഗവാൻ നമ്മൾക്ക് നൽകുന്നത്. മനസ്സിലായി? ശോഭനമായിരിക്കുന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ശോഭനമല്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, നമ്മൾ എടുക്കാതിരിക്കുക. ഓക്കെ, ഒരു മിനിറ്റ്, ബാറ്ററി ഫുള്ളായി എഴുതി കാണിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ സുവ്രതഃ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധഹ, അതായത് അന്യാധീനമല്ലാത്ത ഇച്ഛാപൂർത്തിയുള്ളവൻ. നമുക്ക് ഒരു തരത്തിൽ പോലും അന്യാധീനമായിരിക്കുന്ന യാതൊന്നും നമുക്ക് ആവശ്യമില്ല. ഭഗവാനുമായി മുന്നേറുന്ന സമയത്ത് നമുക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഭഗവാൻ അറിയാം നമുക്ക് എന്താണ് സ്ഥിരമായിട്ട് നിലനിൽക്കാൻ പോണത്, എന്താണ് നമുക്ക് തരേണ്ടത്, തന്നാൽ എന്തൊക്കെ നമ്മളിൽ സ്ഥിരമായി നിൽക്കും. അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുമ്പോൾ അത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യം. നമ്മൾ 1000 കാര്യം പോയി ചോദിച്ചാൽ ചിലപ്പോൾ ഒരു കാര്യമായിരിക്കും ഭഗവാൻ നമുക്ക് തരുന്നത്. മനസ്സിലായോ? എന്താ മേഘാമനു ഇങ്ങനെ അടങ്ങിയിരിക്കേ? കുഞ്ഞിനങ്ങനെ കണ്ണൊന്നും പൊത്തി പിടിക്കാതെ. കണ്ണ് വേദനിക്കില്ലേ അമ്മയ്ക്ക്? മോന്റെ മാതാജി തന്നെ, ഒരു മാറ്റമില്ല. ഞാൻ ആരുടെയും മാതാജിയല്ല, എൻ്റെ വാവയുടെ മാതാജി മാത്രമാണ്. ദൈവമേ, ഈ ലൈവിൽ ഇനി മഞ്ചരീസിലെ ഗുരുകുലം പിള്ളേരുണ്ടെങ്കിൽ എൻ്റെ തല തിന്നൊന്ന് രാത്രി. ഇപ്പൊ തൽക്കാലത്തേക്ക് ആരും കേൾക്കുന്നില്ല എന്ന് വിചാരിക്കാം. വാവയുടെ മാതാജി തന്നെയാണ്. അമ്മമ്മയുടെ കണ്ണൊന്നും പൊത്തി പിടിക്കേണ്ട. മാതാജിയോട് ഇഷ്ടമുണ്ടെങ്കിൽ പൊന്നവിടെ അടങ്ങിയിരുന്നേ. പൊന്നിന്റെ മാതാജി തന്നെയാണ്. ഇത് ഇനി ആരൊക്കെ കേൾക്കുന്നുണ്ടോ? എൻ്റെ അമ്മയെ ഗുരുകുലത്തിൽ ഇന്ന് മെസ്സേജിന്റെ, അയ്യോ എൻ്റെ തല തിന്നുവപ്പാ. അങ്ങനെയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പൊ മാതാജി ഞങ്ങളുടെ മാതാജി അല്ലേ? വരാനുണ്ട്, ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ. നോക്കിക്കൊപ്പം വരും. പിന്നെന്താ പറയുന്നത്? ശത്രുജിത്ത്, ശത്രുക്കളെ ജയിക്കുന്നവൻ. ഓക്കെ, ശത്രുക്കളെ ജയിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് എന്താ,
ശത്രുക്കളെ ജയിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ശത്രുക്കളായിരിക്കുന്ന വ്യക്തികളെയൊക്കെ തീർക്കാൻ. അങ്ങനെയല്ല, നമ്മുടെ ചിന്തകൾ പോലും ശത്രുക്കളാണ്. നമ്മളുടെ ആ ഒരു ഹൃദയത്തിൽ ഒരു നെഗറ്റീവ് ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത പോലും ശത്രുവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ ഇല്ലാതാക്കണം, ഒരു വസ്തുവിനെ ഇല്ലാതാക്കണം, ഒരാളുടെ ജീവിതത്തിലെ സമാധാനം കളയണം എന്ന ചിന്ത പോലും ശത്രുവാണ്. ആ ശത്രുവിനെയും ജയിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ശത്രുജിത്ത് എന്ന് പറയുന്നത്. ഇനിയോ ശത്രുതാപനഹ, ദേവശത്രുക്കളെ തപിപ്പിക്കുന്നവൻ. അത് അസുരന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതും ആരാണ്? ഭഗവാനാണ്. സത്യം മാതാജി, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് മെസ്സേജിൻ്റെ ഒരു കൂമ്പാരം വരും മഞ്ജരീസിലേക്ക്. നോക്കിക്കോ. നൈഗ്രോധ എന്ന് പറഞ്ഞാൽ കീഴോട്ട് മുളയ്ക്കുകയും എല്ലാറ്റിൻ്റെയും മുകളിൽ വർത്തിക്കുകയും ചെയ്യുന്നവൻ. എല്ലാ ഭൂതങ്ങളെയും നിരസിച്ച് തൻ്റെ മായയെ ഭരിക്കുകയോ അതിനെ നിരോധിക്കുകയോ ചെയ്യുന്നവൻ. അതായത് ഭഗവാൻ അറിയാം എല്ലാ ഭൂതഗണങ്ങൾക്കും എങ്ങനെയാണ് എല്ലാവരെയും എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് എന്ന് ഭഗവാന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ രീതിയിൽ എല്ലാവരിലേക്കും ഭഗവാൻ പ്രവർത്തിക്കും. ഇപ്പം എന്നിലൂടെ ഭഗവാൻ പ്രവർത്തിക്കുന്ന രീതിയായിരിക്കില്ല നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന രീതിയായിരിക്കില്ല അടുത്ത ഒരാളിലേക്ക്. അപ്പോൾ ആ രീതിയിൽ ഓരോരുത്തരിലും ഏതൊക്കെ രീതിയിൽ ഓരോ ഭൂതങ്ങളിലും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. ആർക്കാണ് അറിയുന്നത്? ഭഗവാനാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ നൈഗ്രോധ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനിയോ ഉദുംബരഹ, അതായത് കാരണരൂപത്തിൽ അമ്പരത്തേക്ക് ഉയർത്തു നിൽക്കുന്നവൻ, ഭക്ഷ്യരൂപത്തിൽ വിശ്വത്തെ പോഷിപ്പിക്കുന്നവൻ. അതായത് ഏത് രീതിയിലായാലും ശരി ഭഗവാൻ എന്ത് ചെയ്യും? ഇല്ല വേദ പിണങ്ങണ്ട, ഇങ്ങനത്തെ തന്നെയല്ലേ കാണിക്കുക? ഇങ്ങനെയോ? ഇതൊക്കെയാണ് എനിക്ക് ഗുരുകുലത്തിൽ കാണിച്ചു തരാം, അറിയാമോ? ക്ലാസ് കഴിഞ്ഞിട്ട് മാതാജി ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം. നമ്മൾ പിന്നെ അതൊക്കെ കണ്ടിരിക്കാന്നല്ലാതെ വേറെ നിവർത്തിയില്ല. നമ്മുടെ മക്കള് നെക്സ്റ്റ് ജനറേഷനിലോട്ടായി പോയി. ഇപ്പം ഞാൻ അവരെ കൂടെ അങ്ങനെ നിന്നാലേ പറ്റൂ, വേറെ വഴിയില്ല, പഠിക്കൂലല്ലോ. അപ്പോൾ അവരുടെ എല്ലാ കോപ്രായങ്ങൾക്കും ഞാൻ കൂട്ടു നിന്നാലേ ഗുരുകുലം ക്ലാസ് പോയി. ഇനിയിപ്പോൾ എടുത്തു തുടങ്ങണം വീണ്ടും എൻ്റെ യാത്ര കഴിഞ്ഞ് വന്നിട്ട്. രക്ഷയില്ലപ്പ. ഓക്കെ വേദ, മാതാജി ഉണ്ട് ഇവിടെ, മനു ഇവിടെ ഉണ്ട്, വേറെ ചെയ്യണ്ട. അനന്തനാരായണ, അനന്തലക്ഷ്മി, എല്ലാവർക്കും ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, രേണു, എല്ലാവർക്കും ഉണ്ട്. ഇഷ്ടംപോലെ പിള്ളേരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പറയും എൻ്റെ പേര് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വരും. പിണങ്ങണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാനെ ഉദുംബര എന്ന് വിളിക്കുന്നത്. അതായത് ഒരു കാരണം ഉണ്ടെങ്കിൽ ആ കാരണത്തിൽ പിടിച്ച് ഭഗവാൻ നമ്മളെ ഉയർത്തും ചെയ്യും. ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരും ചെയ്യും. അതാണ് ഭഗവാന്റെ രീതി. മനസ്സിലായോ? നമ്മളിൽ ഒരു തെറ്റാണ് സംഭവിക്കുന്നത് എങ്കിൽ ഭഗവാൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരും തെറ്റാണ് എന്നുള്ളത്. ഇനി അതല്ല എങ്കിൽ കൃത്യമായിട്ട് ഭഗവാൻ നമ്മളെ ഉയർത്തേണ്ട സമയമാകുമ്പോൾ ഉയർത്തും. ഭഗവാന്റെ ആ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, അത്രയേ വേണ്ടൂ. ധൃതി പിടിക്കാതെ ഭഗവാൻ എപ്പോഴാണോ നമ്മൾക്ക് പൂർണ്ണമായ ഒരു അനുഗ്രഹം നൽകുന്നത് ആ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇനിയോ അശ്വത്ഥ, നാളത്തേക്ക് പോലും സ്ഥിതി ചെയ്യുന്നതല്ലാത്തവൻ. അതായത് എന്തൊരു കാര്യമാവട്ടെ ഭഗവാൻ നമ്മളിൽ അറ്റ് ദ ടൈം, ആ സമയം നമ്മൾക്കൊരു കൃത്യമായ വഴി കാണിച്ചു തരും. നമ്മൾ ഭഗവാൻ എപ്പോഴും സ്മരിക്കുകയാണെങ്കിൽ നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഭഗവാൻ ഉറപ്പായിട്ടും എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്നുള്ളത് ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. അതിനാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, ക്ലാസ്സിൻ്റെ എന്താ പറയുക തുടക്കം തന്നെ എപ്പോഴും എന്ത് ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കാന്ന്. അയ്യോ മായാവീനെ ഞാൻ ഓർക്കുന്നുണ്ടേ, പഠിച്ചോനെ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ. ഈ രാജി മാതാജിക്ക് ഒരു കുഞ്ഞുണ്ട്, എന്താ മായാവി സുഖാണോ എന്നാ ചോദിക്കുക. ചെറുതാ, ഭയങ്കര ചെറുതാ. എത്ര ഓടി വിട്ട് വെക്കുന്ന പറയും മഞ്ജരീസിൽ. നമ്മൾ വിചാരിക്കും എന്തോ ഇമ്പോർട്ടൻ്റ് ആ, കേട്ടാലേ മായാവി എവിടെയാ മാതാജി എന്നൊന്നും കിട്ടൂല, അത്രയും ചെറുതാ, കിണികിണീന്നുള്ള വർത്താനം. മായാവിനെ ഓർക്കുന്നുണ്ട്, എല്ലാവരെയും ഓർക്കുന്നുണ്ട്. നാളെ ഞാൻ മെസ്സേജ് നോക്കാൻ ഇരിക്കുന്നുണ്ട്, അപ്പം ഞാൻ മായാവിക്ക് മറുപടി തരാട്ടാ. ഒരു വലിയ ഗ്യാങ് ഉണ്ട് ഇവര്. മഞ്ജരീസിന്റെ ഫോളോവേഴ്സിനെക്കാളും വലിയ ഗ്യാങ്ങാണ് ഈ പിള്ളേർ സെറ്റ് എന്ന് പറയുന്നത്. ചെറുതൊന്നുമല്ല, ഭയങ്കര കില്ലാടികൾ, അറിയാമോ? ചെറുത് മുതൽ LKGക്കും താഴെയുള്ളത് മുതലുണ്ടെന്നേ, ഡിഗ്രി കഴിഞ്ഞത് വരെ ഉണ്ട്, അറിയാമോ? ഇനിയോ
ചാണൂരാധ്ര നിഷൂദനഹ എന്ന് പറയുന്നത്. ചാണൂരാധ്ര നിഷൂദനഹ, അതായത് ചാണൂരൻ എന്ന വീരനെ കൊല ചെയ്തവനാണ് ഭഗവാൻ. ചാണൂരൻ എന്ന് പറയുന്ന ഒരു വീരനെ കൊല ചെയ്തവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ചാണൂരാധ്ര നിഷൂദനഹ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മുഴുവൻ പഠിച്ചില്ലേ? അതായത് അതിന്റെ ശ്ലോകം പറയുകയാണെങ്കിൽ സുലഭഃ സുവ്രതഃ സിദ്ധഃ ശത്രു ജിച്ചത്രു താപനഃ നൈഘ്രോധോ ധുംബരോ അശ്വത്ഥ ചാണൂരാധ്ര നിഷൂദനഃ. ഞാൻ വേർഡ്സ് എടുത്തെടുത്ത് പറയാൻ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ്, എളുപ്പം ഇങ്ങനെ ചേർത്ത് പിടിച്ച് വായിക്കാനുള്ളൊരു ഈസി, അങ്ങനെ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വേർഡ്സ് എടുത്തെടുത്ത് പറഞ്ഞത് കേട്ടോ. നമ്മൾ ചൊല്ലി വരുമ്പോൾ അതിൻ്റെ ടോൺ വേറെയാണ്, പക്ഷെ ആദ്യമായിട്ട് ചൊല്ലുകയും പഠിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫുൾ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭക്തി കൊണ്ട് മാത്രം നമ്മൾ എന്ത് സമർപ്പിച്ചു കഴിഞ്ഞാലും അതിലൂടെയാണ് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളുടെ വാല്യൂലെല്ലാം നമ്മൾ നൽകുന്ന ഭക്തിയിലാണ് ഭഗവാൻ നോക്കുന്നത്. പിന്നെ ശോഭനമായതിനെ വ്രതിച്ചുകൊണ്ട് നല്ലതിനെ ഭോജനം കഴിക്കുന്നതിനാൽ ഭോജനഭോഗത്തിൽ നിന്നും പിന്തിരിയുന്നവനായിരിക്കുന്നത് കൊണ്ടും അന്യാധീനമല്ലാത്ത ഇച്ഛാപൂർത്തിയുള്ളവനായിരിക്കുന്നത് കൊണ്ടും ശത്രുക്കളെ ജയിക്കുന്നത് കൊണ്ടും ദേവശത്രുക്കളെ തപിപ്പിക്കുന്നത് കൊണ്ടും കീഴോട്ട് മുളയ്ക്കുകയും എല്ലാറ്റിൻ്റെയും മുകളിൽ വർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടും കാരണരൂപത്തിൽ അമ്പരത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും നാളത്തേക്ക് പോലും സ്ഥിതി ചെയ്യുന്നതല്ലാത്തവനായതുകൊണ്ടും ചാണൂരൻ എന്ന് പറയുന്ന വീരനെ വധിച്ചതുകൊണ്ടും അങ്ങനെയുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, അപ്പം ഇത്രയുമാണ്. ഇനി 88 വരെ പഠിച്ചു. ബാക്കി നമുക്ക് നാളെ എടുത്താൽ പോരെ? ഏകദേശം തീരാറായിട്ടുണ്ട് ശ്ലോകം. നമ്മളിന്ന് 3-4 ശ്ലോകം പഠിച്ചു. എല്ലാം കുറേ പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്കൊരു 107 ശ്ലോകമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ വേറെ കുറച്ച് ലൈൻസ് ആണ്, അത് പിന്നെ മെല്ലെ മെല്ലെ പഠിക്കും. ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് തരും. എങ്കിലും 10 മണിയായില്ലേ, നിങ്ങൾ കിടക്കേണ്ട സമയമായി. എല്ലാവരും പോയി കിടന്നോളൂ, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക, സമാധാനമായിട്ടിരിക്കുക, ടെൻഷനൊന്നും വേണ്ട. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ദേവി മഹാത്മ്യം കയ്യിലുണ്ടെങ്കിൽ അത് തലയിണയ്ക്ക് അടിയിൽ വെച്ച് കിടന്നോളൂ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, പേടിക്കേണ്ട. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തളർന്നു പോവരുത്, ജീവിതത്തിന് മുമ്പിൽ പതറരുത്. പ്രശ്നങ്ങൾ എന്തും വന്നോട്ടെ, അത് ഭഗവാന്റെ നാമത്തിൽ സോൾവ് ചെയ്യാന്നുള്ളൊരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. ഭഗവാനെ കുറ്റപ്പെടുത്താതിരിക്കുക. യഥാസമയത്ത് നമ്മൾക്ക് എന്താണോ തരേണ്ടത് അത് കൃത്യമായിട്ട് ഭഗവാൻ തരും. നന്നായി ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, റിലാക്സ് ആയിരിക്കുക. ജീവിതത്തിൽ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക. ഓക്കെ, അപ്പം നാളെ ഞാൻ എന്തായാലും ക്ലാസ് എടുക്കും. നമുക്ക് ക്ലാസ്സിൽ കാണാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മഞ്ജുരീസിൻ്റെ നമ്പറിലിട്ട് വയ്ക്കുക. 93 42 49 49 41. പിന്നെ ഞാൻ എപ്പോഴും മെസ്സേജ് നോക്കില്ല, 2-3 ദിവസം കൂടുമ്പോൾ മെസ്സേജ് നോക്കും. എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, നമസ്തേ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് की जय, गुरु महाराज की जय, राधा पवन पुरेशन की जय. ओम श्री मात्रे नमः. हर हर महादेव.